ഭൂമിയിലാണ് മനുഷ്യർ നിൽക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാണ്. നിങ്ങളുടെ പ്രതിച്ഛായയിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഒന്നാണ് ദൈവം, അല്ലാണ്ട് ദൈവം അതിൻ്റെ പ്രതിച്ഛായയിൽ നിങ്ങൾ ഉണ്ടാക്കുകയല്ല ചെയ്ത് എന്നുള്ള ഒരു ഇതാണ് ഹെഗൽ വിമർശനത്തിലൂടെ ജർമ്മനിയിലെ അക്കാലത്തെ ചിന്തകർ ചെയ്തത്. അതിൽ മാർക്സ് ഹാപ്പിയാണ്. കാരണം മാർക്സ് പറയുന്നത് ശരിയാണ്, ആ വാദം ശരിയാണ്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടൊരു വാദമാണ്. പക്ഷേ അവിടെ നിന്ന് എങ്ങനെ മുന്നോട്ട് കൊണ്ട് ഓക്കെ ആ ഒരു യുവ ഹെഗേലിയൻ മതവിമർശനത്തിൽ നിന്ന് എന്താണ് ഇനി മുന്നോട്ട് പോകാനുള്ള വഴി എന്നുള്ളതാണ് മാർക്സിന്. അതുകൊണ്ടാണ് പറഞ്ഞത് ജർമ്മനിയിൽ ഈ മതവിമർശനത്തിൻ്റെ കാലം കഴിഞ്ഞു, ഇനി നിങ്ങൾ മതത്തെ എങ്ങനെയാണ് വേണ്ട, ഈ മതം എങ്ങനെയാണ് ലോകത്ത് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇനി പ്രശ്നം. ഓക്കെ, അത് പുറത്തില്ല. അതായത് മതം പറഞ്ഞാൽ ഒരു ലോകം പുറത്തില്ല എന്നുള്ളത് പിന്നെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ മതം പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്ത്, ഭൗതിക ലോകത്ത് ജീവിക്കുന്നത്, സ്റ്റേറ്റ് എങ്ങനെയാണ് ഒരു മതാത്മകമായൊരു സാധനമായിട്ട് മാറുന്നത്. ഹെഗലിൻ്റെ ഫിലോസഫി ഓഫ് റൈറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കായിട്ട് കരുതപ്പെടുന്നു. പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കായിട്ട് കരുതപ്പെടുന്ന ഒന്നാണ്. 1820 മറ്റോ ആണ് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പുസ്തകമായിട്ട് തന്നെ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അതിനോടുള്ള ഒരു പ്രതികരണമാണ്, മാർക്സിൻ്റെ പ്രതികരണമാണ് ഈ പുസ്തകം. അതായത് ക്രിട്ടിക് ഓഫ് ഹെഗൽസ് ഫിലോസഫി ഓഫ് റൈറ്റ് എന്ന് പറയുന്ന പുസ്തകം എന്നൊന്നും പറയാൻ പറ്റില്ല. അതിങ്ങനെ കമൻട്രി പോലെയൊക്കെ എഴുതി പബ്ലിഷ് ചെയ്തിട്ടില്ല, മാർക്സ് പബ്ലിഷ് ചെയ്തിട്ടില്ല. അതിൻ്റെ ആമുഖമാണിത്. അതിന് മാർക്സ് എഴുതിയിട്ടുള്ള ഒരു ആമുഖമാണിത്. എന്താണ് ഈ പുസ്തകത്തിൽ, അതായത് ഹെഗലിനോടുള്ള ക്രിറ്റിസിസം എന്ന രീതിയിൽ എഴുതുന്ന പുസ്തകത്തിൻ്റെ ഒരു ആമുഖമായി എഴുതിയ ഒരു 4-5 പേജുകളാണ് ഇപ്പം നമ്മൾ വായിച്ച് ഉള്ളത്. അത് പലപ്പോഴും അത് ആളുകൾ കേട്ടിട്ടുള്ളത് മുഴുവൻ ഈ മതത്തെക്കുറിച്ചുള്ള വിമർശനം ആണ്. മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതം എന്നുള്ള വളരെ പ്രസിദ്ധമായ മാർക്സിൻ്റെ പ്രസ്താവം ആയിരിക്കും ഒരു പക്ഷേ എല്ലാവരും കേട്ടിട്ടുള്ള സംഗതി. അത് ഇതിലാണ് മാർക്സ് നടത്തിയിട്ടുള്ളത്. മതത്തെക്കുറിച്ചുള്ള കുറേ പരാമർശങ്ങൾ. ഇതിൻ്റെ ആദ്യ ഭാഗം എനിക്ക് തോന്നുന്നത് മുഴുവൻ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്താണ് ഈ മതവിമർശനം, മതത്തോടുള്ള വിമർശനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മതത്തിൻ്റെ പ്രശ്നം എന്താണ് എന്നുള്ളതാണ് അതിൻ്റെ ആദ്യഘട്ടത്തിൽ, ആദ്യ ഭാഗത്ത് മാർക്സ് വളരെ എന്ന് പറഞ്ഞാൽ വളരെ പോയറ്റിക്കായിട്ടുള്ള ഒരുപക്ഷെ കാവ്യാത്മകമായ കുറേ പ്രസ്താവങ്ങളാണ് ആദ്യ ഭാഗത്തുള്ളത്. കവിത പോലെ മനോഹരമായ കുറേ വാചകങ്ങളൊക്കെയാണ് ആദ്യം കാണുന്നത്. മാർക്സ് ഒരു കവിയായിരുന്നു. ആ കാവ്യാത്മകമായ ചില സാഹിത്യത്തിലൊക്കെയുള്ള മാർക്സിൻ്റെ ഒരു വായനയുടെയും ഒക്കെ അതിൻ്റെ മുഴുവൻ എന്താ പറയുക സ്പന്ദനങ്ങൾ ഇതിൽ കാണാൻ പറ്റും. എഴുത്തിൽ മുഴുവൻ, പ്രത്യേകിച്ച് മതത്തെപ്പറ്റിയുള്ള വിമർശനത്തിലൊക്കെ കാണാൻ പറ്റും. ഈ മതം എന്ന് പറയുന്നത് ആത്മാവില്ലാത്ത ലോകത്തിൻ്റെ ആത്മാവാണ്, മർദ്ദിതരുടെ നെടുവീർപ്പാണ്, ഹൃദയമില്ലാത്ത ഒരു ലോകത്തിൻ്റെ ഹൃദയമാണ് എന്നൊക്കെ ഉള്ള പരാമർശങ്ങളൊക്കെ ആണ് ഒരുപക്ഷെ നമ്മളൊക്കെ സാധാരണ എല്ലാവരും കേട്ടിട്ടുള്ള വാചകങ്ങൾ. അതൊക്കെ ഇതിലാണുള്ളത്. പക്ഷെ എന്തിനാണ് മാർക്സ് ഈ മതത്തെ പറ്റിയിട്ട് ഇതിൽ പറയുന്നത് എന്നുള്ളത്, മതത്തെപ്പറ്റിയുള്ളൊരു പുസ്തകമല്ല സത്യത്തിലത്. അത് ഹെഗലിൻ്റെ പുസ്തകവും മതത്തെ പറ്റിയല്ല. പക്ഷേ ഹെഗലിൽ റൈറ്റിനെ പറ്റിയാണ്. റൈറ്റ് എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ റെക്റ്റ് എന്നുള്ള വാക്കാണ്, ജർമ്മൻ വാക്ക്. അതിനെ ആണ് ഇംഗ്ലീഷിലേക്ക് റൈറ്റ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അത് നമ്മളിപ്പോൾ പറയുന്ന പോലെയുള്ള ഹ്യൂമൻ റൈറ്റ് എന്നുള്ള അർത്ഥത്തിലല്ല ഹെഗല് ഈ റൈറ്റ് എന്നുള്ള റൈറ്റിനെ കുറിച്ചുള്ള ഹെഗലിൻ്റെ പുസ്തകം. സത്യത്തിൽ അത് ലോ, ഫ്രീഡം, സ്റ്റേറ്റ് ഇതിനൊക്കെ കൂടി അതിനൊക്കെ പരാമർശിക്കുന്ന ഒരു പുസ്തകമാണ് ഹെഗലിൻ്റെ ഫിലോസഫി ഓഫ് റൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മനുഷ്യാവകാശം എന്നുള്ള അർത്ഥത്തിലുള്ള റൈറ്റ് അല്ല, അത് മാത്രമല്ല, അതായത് വരുന്നുണ്ട്.
റൈറ്റ് ടു ഫ്രീഡം എന്നൊക്കെ ഉള്ള ഇതൊക്കെ വരുന്നത്, പ്രോപ്പർട്ടി റൈറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും റൈറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിലാണ്. അന്ന് ഈ ഹ്യൂമൻ റൈറ്റ് ഡിസ്കോഴ്സ് ഒന്നും അല്ല ഹെഗലിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ ഉണ്ടായിരുന്നു. ഹെഗൽ പ്രധാനമായിട്ടും അതൊരു ഫിലോസഫി ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഹെഗലിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ ഉള്ളത്. അതിനോടുള്ളൊരു വിമർശനമായിട്ടാണ് മാർക്സ്, പ്രതികരണമായിട്ടാണ് മാർക്സ്. അപ്പം പ്രധാനമായിട്ടും പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചാണ് മാർക്സിൻ്റെയും കൺസേൺ, മതമല്ല അതിൻ്റെ പ്രധാനം. പക്ഷെ എന്തുകൊണ്ടാണ് മതത്തിൽ നിന്ന് തുടങ്ങുന്നത് എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ദ ക്രിറ്റിസിസം ഓഫ് റിലിജ്യൻ ഈസ് ദ പ്രീ റിക്വിസിറ്റ് ഓഫ് ഓൾ ക്രിറ്റിസിസം. എല്ലാ വിമർശനങ്ങളുടെയും അടിസ്ഥാനം മതവിമർശനമാണ്. ഒരു ദയയില്ലാതെ മാർക്സ് തുടങ്ങുന്നത്. മതത്തെ വിമർശിച്ചുകൊണ്ടല്ലാണ്ട് നിങ്ങൾക്ക് ഒരു വിമർശനാത്മകമായ വ്യവഹാരങ്ങളിലും ഏർപ്പെടാൻ കഴിയില്ല. കാരണം അതിൻ്റെ അടിസ്ഥാനം അതാണെന്നാണ്. ആ വാചകത്തിൻ്റെ തന്നെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളതാണ് ജർമ്മനിയിൽ ഈ മതവിമർശനം കഴിഞ്ഞു, സത്യത്തിൽ അതിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറയും. ഈ ആദ്യത്തെ വാചകം ഇത്. ഇതെന്താണെന്നുള്ളതാണ് ആദ്യം ഒന്ന് പരിശോധിക്കേണ്ട കാര്യം എന്നെനിക്ക് തോന്നുന്നു. രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ man is no abstract being scratching outside the world. Man is the world of man, state, society. This state and this society produces religion, which is an inverted consciousness of the world, because they are an inverted world. ഇത് നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ പ്രത്യയശാസ്ത്രത്തെ പറ്റി, അതായത് ഐഡിയോളജിയെ പറ്റി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് തലതിരിഞ്ഞ ലോകബോധമാണ്. മനുഷ്യരെ ലോകത്തെ കാണുന്നതും മനുഷ്യർ അവരവരെ തന്നെ കാണുന്നതിലും ഉള്ളൊരു തലതിരിച്ചിലാണ്, അല്ലേ? ഒരു ഇൻവേർഷനെ സൂചിപ്പിക്കുന്ന വാക്കായിട്ടാണ് ഐഡിയോളജി എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അപ്പോൾ ഇതിൽ വളരെ കൃത്യമായിട്ട് മാർക്സ് പറയുന്നത് ഇൻവേർട്ടഡ് കോൺഷ്യസ്നെസ് ഓഫ് ദി വേൾഡാണ് മതം. ലോകത്തെ തലതിരിഞ്ഞ് കാണലാണ് മതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം എന്നുള്ളതാണ്. അങ്ങനെ തലതിരിഞ്ഞ് കാണുന്നത് എന്തുകൊണ്ടാണ് അതാണ് മാർക്സിൻ്റെ ഭാഗം. അതിലാണ് മാർക്സ് പറയുന്നത് കാരണം നമ്മൾ തന്നെ തലതിരിഞ്ഞ ആൾക്കാരാണ്. നമ്മുടെ ജീവിതാവസ്ഥകളിൽ തന്നെ ഒരു ഇൻവേർഷൻ ഉണ്ട്. നമ്മൾ ജീവിക്കുന്ന സ്ഥാപനങ്ങളിൽ, നമ്മുടെ ലോകത്ത് സ്റ്റേറ്റ്, ഉദാഹരണത്തിന് സൊസൈറ്റി, ഈ സ്ഥാപനങ്ങളൊക്കെ ഉള്ളിൽ ഒരു തരത്തിലുള്ള ഐഡിയോളജിക്കൽ ഇൻവേർഷൻ ഓൾറെഡി നടന്നിട്ടുണ്ട് എന്നാണ് അതിൽ സൂചിപ്പിക്കുന്നൊരു കാര്യം. അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാൻ. രണ്ടാമത് മൂന്നാമത്തെ ഒരു പോയിന്റ്, ഫാൻറ്റസി എന്നുള്ളൊരു ആശയം മാർക്സിൽ അവതരിപ്പിക്കുന്നത്. മതത്തെപ്പറ്റി പറയുന്നത് ഇറ്റ് ഈസ് ദ ഫാന്റാസ്റ്റിക് റിയലൈസേഷൻ ഓഫ് ദ ഹ്യൂമൻ എസൻസ് സിൻസ് ഹ്യൂമൻ എസൻസ് ഹാസ് നോട്ട് അക്വയർഡ് എനി ട്രൂ റിയാലിറ്റി എന്നുള്ളതാണ്. ഫാൻറ്റസി എന്നുള്ള ഒരു മായികമായ ഒന്നാണ് മതം എന്നുള്ള വാദം. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ മയക്കുമരുന്ന് എന്നുള്ള ആശയമൊക്കെ മാർക്സ് ഉപയോഗിക്കുന്നത്. എന്താണ് ആ ഫാൻറ്റസി? ഓക്കെ, ഫാൻറ്റസി എന്ന് പറയുന്നത് നമ്മൾ ഫാൻറ്റാസ്റ്റിക് എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഫാൻറ്റസി എന്നുള്ള സങ്കല്പമാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അവിടെ എന്താണ് മാർക്സ് ഈ മതത്തെ ഒരു മായികതയുടെ ലോകമായിട്ട് കാണുക എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ് ഉള്ളത്. അത് ഞാൻ ചെറുതായിട്ട് ഒന്നോ രണ്ടോ പോയിന്റ് പറയാൻ ശ്രമിക്കാം. പിന്നെ മറ്റൊന്ന് റിലീജിയസ് സഫറിങ് എന്ന് പറയുന്നത് മനുഷ്യരുടെ യഥാർത്ഥ സഫറിങ്ങിൻ്റെ, മനുഷ്യരുടെ യഥാർത്ഥമായ വേദനകളുടെ, യാതനകളുടെ, ദുരിതങ്ങളുടെ ഒരു എക്സ്പ്രഷനാണ് മതം. എക്സ്പ്രഷൻ മാത്രമല്ല, അതിനുള്ള പ്രൊട്ടസ്റ്റുമാണ്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ പ്രൊട്ടസ്റ്റ് അഗൻസ്റ്റ് അവർ സഫറിങ് ആണ്. മനുഷ്യരുടെ യഥാർത്ഥ ദുഃഖങ്ങളുടെ പ്രകടനവും അതിൻ്റെ എക്സ്പ്രഷനും അതിനോടുള്ള പ്രൊട്ടസ്റ്റുമാണ്, അതിനോടുള്ള പ്രതിഷേധമായിരിക്കും, അതിനോടുള്ള എന്താ പറയുക ചെറുത്തുനിൽപ്പുമാണ് പിന്നെ മതം എന്നുള്ളൊരു വാചകം. അതിൻ്റെ തുടർച്ചയാണ് നമുക്കറിയാൻ പറ്റുന്ന ഒപ്പിയം ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നതും. അതുപോലെ റിലിജൻ ഈസ് ദ സൈ ഓഫ് ദ ഒപ്രസ്ഡ് ക്രീച്ചർ, അടിച്ചമർത്തപ്പെട്ട മനുഷ്യൻ്റെ നിശ്വാസമാണ്, അതിൻ്റെ നെടുവീർപ്പ്. സൈ എന്നുള്ള വാക്കാവേ, നെടുവീർപ്പാണ് മതം എന്ന് പറയുന്നത്. ദ ഹാർട്ട് ഓഫ് ദ ഹാർട്ട്ലെസ് വേൾഡ് ആൻഡ് ദ സോൾ ഓഫ് ദ സോൾലെസ് കണ്ടീഷൻസ്. പിന്നെയാണ് ഈ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ദ ഇമ്മീഡിയറ്റ് ടാസ്ക് ഓഫ് ഫിലോസഫി. മതവിമർശനം കഴിഞ്ഞു എന്നാണ് മാർക്സിൻ്റെ ഒരു വാദം. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം മതത്തെ വിമർശിക്കുക എന്നുള്ള ആ പ്രോജക്റ്റ്, അത് മാർക്സ് ഉദ്ദേശിക്കുന്നത്
ഈ യുവ ഹെഗേലിയന്മാർ ചെയ്തത് ഈ മതവിമർശനമാണ്. ഫയർബാഗ് അടക്കമുള്ള ആളുകൾ നമ്മൾ അന്ന് പറഞ്ഞ. അപ്പോൾ അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വചിന്താ വിഭാഗം എന്ന് പറയുന്നത്, ചിന്തകരെന്ന് പറയുന്നത് ഈ യുവ ഹെഗേലിയന്മാർ എന്നറിയുമ്പോൾ മാർക്സ് അതിലെ അംഗമാണ്. മാർക്സും സ്വയം ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. ഹെഗലിൻ്റെ ഫോളോവേഴ്സാണ് ഇവരൊക്കെ. അതിലെ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ് ഫയർബാഗ്, പിന്നെ ബ്രൂണോ ബോർ, അങ്ങനെ സ്റ്റിർണർ, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഇവരൊക്കെ പ്രധാനമായിട്ട് ചെയ്തത് മതവിമർശനമാണ്, മതത്തെ വിമർശിക്കുക എന്നുള്ളതാണ്. ആ മതവിമർശനത്തിൻ്റെ ഒരു ചാപ്റ്റർ, അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു. ഇനി വേണ്ടത് എന്താണ് എന്നുള്ളതാണ് നേരത്തെ സജീവ് ചോദിച്ച പോലുള്ളൊരു ചോദ്യമാണ്. ഇറ്റ് ഇസ് എ ഇമ്മീഡിയറ്റ് ടാസ്ക് ഓഫ് ഫിലോസഫി. ഫിലോസഫി എന്ന് പറഞ്ഞാൽ അവിടെ തിയറി എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. ഇനി ഉള്ള ലക്ഷ്യം എന്തായിരിക്കും? അവിടെയാണ് മാർക്സ് പറയുന്ന ഒരു കാര്യം, ഈ അൺമാസ്ക്, മുഖംമൂടി മാറ്റുക, അൺമാസ്ക് സെൽഫ് എസ്ട്രേഞ്ച്മെന്റ് ഇൻ ദ ഹോളി ഫോംസ്. Once the holy form of, unholy forms, once the holy form of human self-estrangement has been unmasked എന്നുള്ളത് പറയുന്നത്. ഈ മതത്തിൻ്റെ ലോകത്തുള്ള അന്യവൽക്കരണം, അത് ഞാൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അനാവരണം ചെയ്ത് കഴിഞ്ഞു, യുവ ഹെഗേലിയന്മാരത് ചെയ്തു കഴിഞ്ഞു. ഇനി വേണ്ടത് അൺഹോളി ആയിട്ടുള്ള എന്നുള്ള ലോകം, ഒന്ന് ഹോളി, ഒന്ന് പിന്നെ എർത്ത് ഈസ് അൺഹോളി എന്നുള്ള അർത്ഥത്തിലായി പറയുന്നത്. സ്വർഗത്ത് ഉള്ള അല്ലെങ്കിൽ മതത്തിൻ്റെ ലോകത്തുള്ള ഒരു വൈരുദ്ധ്യത്തെ തുറന്നു കാട്ടൽ എന്നുള്ള ധർമ്മം ഓൾറെഡി നിറവേറ്റി കഴിഞ്ഞു. ഇനി വേണ്ടത് ഈ ലോകത്തുള്ള വൈരുദ്ധ്യങ്ങളെ നോക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തുള്ള അന്യവൽക്കരണത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട വൈരുദ്ധ്യങ്ങളെ അൺമാസ്ക് ചെയ്യലാണ് ഇനി വേണ്ടത്. ഈ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹ്യൂമൻ വേൾഡാണ്, ദ വേൾഡ് ഓഫ് മാൻ ആണ്. ദ വേൾഡ് ഓഫ് മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ്, സൊസൈറ്റി, ഇതൊക്കെ കൂടിയ ലോകമാണ്. ഞാൻ അതിലേക്ക് വരാം, എന്താണ് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും റിലിജ്യനിൽ നിന്ന് നിങ്ങൾ ലോകത്തേക്ക് നോക്കുക, ഹെവനെ വിട്ടിട്ട് നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുകയാണ്, സ്വർഗത്തെ വിട്ട് നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുന്നു. അപ്പം അവിടെ എന്താണ്? ക്രിറ്റിസിസം ഓഫ് റിലിജ്യൻ എന്നുള്ളത് ക്രിറ്റിസിസം ഓഫ് ലോ ആയി മാറുന്നു. മതത്തിനെ വിട്ടിട്ട് നിങ്ങൾ നിയമങ്ങളിലേക്ക് പോകുന്നു. എന്താണ് ഇവിടുത്തെ നിയമങ്ങളുടെ പ്രശ്നം? ആ വൈരുദ്ധ്യങ്ങൾ എന്താണ്? അല്ലെങ്കിൽ അതിലെ അന്യവൽക്കരണം എന്താണ് എന്നിലേക്ക് തിരിയുന്നു. തിയോളജി, ദൈവശാസ്ത്രം വിട്ടിട്ട് നമ്മൾ പൊളിറ്റിക്സിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു ജങ്ചറിലാണ് മാർക്സ് ഈ ഹെഗലിനെ നോക്കുന്നത്. ഹെഗൽ എന്താണ് സ്റ്റേറ്റിനെ പറ്റി പറയുന്നത്? ഹെഗൽ എന്താണ് ഈ പൊളിറ്റിക്സിനെ പറ്റി പറയുന്നത്? ഹെഗൽ എന്താണ് ഈ നിയമസംഹിതകളെ പറ്റി പറയുന്നത്, ലോയിനെ പറ്റി പറയുന്നത്, റൈറ്റിനെ പറ്റി പറയുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക്, അതിനെക്കുറിച്ചുള്ള ഒരു വിശകലനത്തിലേക്ക് മാർക്സ് തിരിയുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. അതെന്താണെന്നുള്ളത് ഞാൻ ഒന്നോ രണ്ടോ പോയിന്റ്സ് പറയാൻ ശ്രമിക്കാം. പിന്നെ ആറാമത്തെ ഒരു കാര്യം, മെറ്റീരിയൽ ഫോഴ്സ് മസ്റ്റ് ബി ഓവർത്രോൺ ബൈ ദ മെറ്റീരിയൽ ഫോഴ്സ് എന്നുള്ളൊരു ഭൗതികമായ ഒരു ശക്തിയെ മറിച്ചിടാൻ, ഓവർത്രോ ചെയ്യാൻ മെറ്റീരിയൽ ആയിട്ടുള്ള ഫോഴ്സ് തന്നെ വേണം. അതിന് തിയറി അല്ല. ആ അർത്ഥത്തിലാണ് പറയുന്നത്. അതായത് ചിന്ത കൊണ്ടൊന്നും പറ്റില്ല അത്. ഈ ലോകത്തേക്ക് നിങ്ങൾ തിരിയുമ്പോൾ ഈ ലോകത്തുള്ള സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങളൊക്കെ ഭൗതികമായ ശക്തികളാണ്. ഈ ഭൗതികമായ ശക്തികളെ അട്ടിമറിക്കുക എന്ന് പറയുന്നത്, അതിനെ തകർക്കുക എന്ന് പറയുന്നത് ഭൗതികമായൊരു ഫോഴ്സ് കൊണ്ട് മാത്രമേ പറ്റൂ. എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനം വേണം, അതിന് മൂവ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ തൊഴിലാളി വേണ്ടി വരും. അതിന് ഭൗതികമായ ശക്തി കൊണ്ട് മാത്രമേ ഈ ലോകത്ത് നിങ്ങളുടെ പിന്നെ ഈ കേവലം ആശയവാദപരമായ ഒരു ചിന്ത, ആശയത്തിൻ്റെ തലത്തിലുള്ളൊരു ചിന്ത കൊണ്ട് നടക്കുന്നൊരു കാര്യമല്ല ഈ ലോകത്തുള്ള തീർത്തും ഭൗതികമായ മൂർത്തമായിട്ടുള്ള സ്ഥാപനങ്ങളെ നേരിടുക എന്ന് പറയണം. പക്ഷേ നിങ്ങളുടെ ആശയങ്ങൾക്ക് ഭൗതിക ശക്തിയായി മാറാൻ പറ്റും. തിയറി ക്യാൻ ബിക്കം എ മെറ്റീരിയൽ ഫോഴ്സ് എന്നുള്ളതാണ് മാർക്സ് പറഞ്ഞത്. അവിടെയാണ് അറ്റ് ഹോമിനം എന്നുള്ള വാക്കൊക്കെ ഉപയോഗിച്ചത്. സിദ്ധാന്തം മനുഷ്യരെ തൊടുമ്പോൾ അതൊരു ഭൗതിക ശക്തിയായി മാറുന്നു എന്നാണ് മാർക്സ് പറയുന്നൊരു കാര്യം. ആളുകൾ ഗ്രിപ്പ് ചെയ്യുക, അത് പിടിക്കുമ്പോൾ, മനുഷ്യരെ പിടിക്കുമ്പോൾ സിദ്ധാന്തം ഒരു ഭൗതിക ശക്തിയായി മാറും എന്നാണ്. അതും ഈ പറഞ്ഞ പോലെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു വാചകമാണ്. തിയറി ഓൾസോ ബിക്കംസ് എ മെറ്റീരിയൽ ഫോഴ്സ് ആസ് സൂൺ ആസ് ഇറ്റ് ഹാസ് ഗ്രിപ്ഡ് ദ മാസസ്.
theory is capable of gripping the masses as soon as it demonstrates ad hominem, and it demonstrates ad hominem as soon as it becomes radical. ഇതാണ് ആ പ്രയോഗം. ad hominem എന്ന് പറഞ്ഞാൽ മനുഷ്യനെക്കുറിച്ച് എന്നുള്ളത് എടുത്താൽ മതി. അതൊരു ഫാലസി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയുണ്ട്. ad hominem എന്ന് പറയുന്നത് ഒരു ഫാലസിയാണ് ഫിലോസഫിയിൽ. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യരെ തൊടുമ്പോഴാണ് സിദ്ധാന്തം ഒരു ഭൗതിക ശക്തിയായി മാറുന്നത് എന്നാണ് ഈ പറഞ്ഞ ആശയം. ഈ മനുഷ്യരെ തൊടുക എന്ന് പറയുന്നതിൻ്റെ സൂചനയാണ് ഈ ad hominem. മനുഷ്യരെ തൊടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മനുഷ്യരെ തൊടുമ്പോൾ മാർക്സിൻ്റെ വാദം എന്ന് പറയുന്നത് നിങ്ങൾ വേരുകളിലാണ് തൊടുന്നത്. ഓക്കെ, റാഡിക്കൽ ആണത്. റാഡോ എന്ന് പറഞ്ഞാൽ വേര് എന്നാണ്. അപ്പം കാരണം മനുഷ്യനാണ് വേര്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിൻ്റെയും വേര് എന്ന് പറയുന്നത്, അതിൻ്റെ റാഡോ എന്ന് പറയുന്നത് മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും പ്രസിദ്ധമായിട്ടുള്ളൊരു വാചകമാണ് ടു ബി റാഡിക്കൽ ഈസ് ടു ഗോ ടു ദ റൂട്ട് ഓഫ് ദ മാറ്റർ. റാഡിക്കൽ ആവുക എന്ന് പറഞ്ഞാൽ റൂട്ടിലേക്ക് പോകുക എന്നുള്ളതാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം റൂട്ട് മനുഷ്യർ തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യരെ തൊടുന്നതോടുകൂടി തിയറി റാഡിക്കലായി മാറുന്നു, തിയറി റവല്യൂഷണറി ആയിട്ട് മാറുന്നു, തിയറി ഒരു ഭൗതിക ശക്തിയായി മാറുന്നു എന്നാണ് മാർക്സ് അവിടെ ഉദ്ദേശിക്കുന്നൊരു കാര്യം. ഏഴാമത്തെ പോയിന്റായിട്ട്, ആസ് ഫിലോസഫി ഫൈൻഡ്സ് ഇറ്റ് മെറ്റീരിയൽ വെപ്പൺ ഇൻ ദ പ്രോളിറ്റേറിയറ്റ്, സോ ദ പ്രോളിറ്റേറിയറ്റ് ഫൈൻഡ്സ് ഇറ്റ് സ്പിരിച്വൽ വെപ്പൺ ഇൻ ഫിലോസഫി എന്നുള്ളത് വളരെ ക്ലിയറാണത്. തത്വചിന്ത എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ പറയാം സിദ്ധാന്തം, അല്ലെങ്കിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ സിദ്ധാന്തം ഒരു സൈദ്ധാന്തികമായ ചിന്തയുടെ വ്യവഹാരം എന്നുള്ള അർത്ഥത്തിലെടുത്താൽ മതി. ഓക്കെ, ആ സൈദ്ധാന്തികമായ അല്ലെങ്കിൽ തിയറി എന്ന് പറയുന്നത് അതിൻ്റെ ഭൗതികമായ ആയുധങ്ങൾ കണ്ടെടുക്കുന്നത് തൊഴിലാളിയിൽ നിന്നാണ്, അല്ലെങ്കിൽ പ്രോളിറ്റേറിയറ്റിൽ നിന്നാണ്. തൊഴിലാളി അല്ലെങ്കിൽ പ്രോളിറ്റേറിയറ്റ് അതിൻ്റെ ആത്മീയമായ ആയുധങ്ങൾ കണ്ടെത്തുന്നത് തിയറിയിൽ നിന്നാണ്. ഇതാണ് ആ സംഭവം. തിയറിയിൽ നിന്നാണെന്നല്ല, അതുപോലെയാണ് മറ്റത്, അല്ലേ? ആസ് ഫിലോസഫി ഫൈൻഡ്സ് ഇറ്റ് മെറ്റീരിയൽ വെപ്പൺ ഇൻ ദ പ്രോളിറ്റേറിയറ്റ്, സോ ദ പ്രോളിറ്റേറിയറ്റ് ഫൈൻഡ്സ് ഇറ്റ് സ്പിരിച്വൽ വെപ്പൺ ഇൻ ഫിലോസഫി. ഇതാണ് പ്രധാനപ്പെട്ട ഒരു 6-7 ആശയങ്ങളായിട്ട് പറയാനുള്ളത്. ഇതിനെപ്പറ്റി ചെറിയൊരു അവതരണം നടത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അധികം സമയമില്ല നമുക്ക്. എന്തുകൊണ്ടാണ് ഈ മതവിമർശനമാണ് എല്ലാ വിമർശനങ്ങളുടെയും അടിസ്ഥാനം എന്ന് മാർക്സ് പറയുന്നത്? അത് വളരെ ക്ലിയറാണ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ പല സെഷൻസിലും സംസാരിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ തരത്തിലുള്ള ഐഡിയോളജി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന രൂപം മതമാണ്. ഈ തലതിരിഞ്ഞ് ലോകത്തെ കാണുക എന്ന് പറയുന്നത് അതാണല്ലോ ഐഡിയോളജിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളെപ്പറ്റിയും ലോകത്തെപ്പറ്റിയും കാണുന്നത് തലതിരിഞ്ഞ, നമ്മൾ ക്യാമറ ഒബ്സ്ക്യൂറായിലൊക്കെ പറഞ്ഞ പോലെ ആ ഒരു തലതിരിച്ചിൽ അതിൻ്റെ പ്രാഥമികമായ രൂപമാണ് മതം. പ്രാഥമികമായിട്ട് മനുഷ്യരെങ്ങനെയാണ് ഈ തലതിരിഞ്ഞ് ചിന്തിക്കുന്നത് എന്നതിൻ്റെ ഒരു പ്രാഥമികമായ രൂപമാണ് മതം എന്നാണ് മാർക്സ്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? അത് വളരെ ക്ലിയറാണ്. മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഐഡിയോളജിയുടെ ഏറ്റവും പ്രാഥമികമായ രൂപമായിട്ട് മതത്തെ കാണുക എന്നുള്ളത്. ഓക്കെ, അതിന് പല രൂപങ്ങളുണ്ട്. നമ്മളൊക്കെ ജീവിക്കുന്ന ഐഡിയോളജിയുടെ ഉള്ളിലാണ്. നിയമം ഐഡിയോളജിക്കലാണ്, സ്റ്റേറ്റ് ഐഡിയോളജിക്കലാണ്. മാർക്സിനെ സംബന്ധിച്ചിടത്തോളം കൾച്ചർ, ആർട്ട്, ഇതിലൊക്കെ ഐഡിയോളജിക്കലാണ്. പക്ഷെ അതിൻ്റെ ഏറ്റവും പ്രാഥമികമായ രൂപമാണ് മതം. അതുകൊണ്ടാണ് മതത്തിൽ നിന്ന് തുടങ്ങുക എന്നുള്ളത് മാർക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് മാർക്സ് പറയുന്നത്. എന്താ ഈ മതം എങ്ങനെയാണ് ഈ ഒരു തലതിരിഞ്ഞ ലോകബോധത്തിൻ്റെ പ്രാഥമികമായ രൂപമായിട്ട് മാറുന്നത്? അത് മാർക്സ് വളരെ ക്ലിയറാണ് ആ കാര്യത്തിൽ. എന്താണ് മതം ചെയ്തത്? അതിന് 2 ആസ്പെക്റ്റ് ഉണ്ടെന്ന് വേണേൽ പറയാം. മതത്തിന് ഒരു ഐഡിയോളജി എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനൊരു 2 പ്രധാനപ്പെട്ട ഒരു വശങ്ങളുണ്ടെന്ന് മാർക്സ് പറയുന്നു. ഒന്ന്, മതത്തിൻ്റെ ഒരു അടിസ്ഥാന മതം എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമായിട്ടും ക്രിസ്ത്യാനിറ്റിയാണ് മാർക്സ് അഡ്രസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ജൂതായിക് ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു, ഇപ്പം വേറെ മതങ്ങളില്ലേ എന്ന് നമുക്ക് ചോദിക്കാം. അപ്പം ബുദ്ധിസ്റ്റ്, ഇതൊന്നുമല്ല മാർക്സിൻ്റെ ആ യൂറോപ്പിൻ്റെ, പ്രത്യേകിച്ച് ജർമ്മനിയുടെ ആ ഒരു പ്രഷ്യൻ ആ സ്റ്റേറ്റിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് മാർക്സിൻ്റെ മതവിമർശനം നടക്കുന്നത്. മാർക്സ് പ്രധാനമായി അഡ്രസ് ചെയ്യുന്നത് ക്രിസ്ത്യാനിറ്റി ആണെന്ന് വളരെ വ്യക്തമാണ്. അതിൽ പറയുന്ന ഒരു പ്രത്യേകിച്ച് പിന്നെ ഒറിജിൻ ഓഫ് ക്രിസ്ത്യാനിറ്റി, എസൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന
വളരെ അക്കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കായിരുന്നു ഈ ഫോബാഗിൻ്റെ പുസ്തകം. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയെ പറ്റിയുള്ള ഒരു ഡിസ്കഷൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ കൂടിയായിരിക്കും ചിലപ്പോൾ ഇത് പറയുന്നത്. 1443 ഈ പുസ്തകം വരുന്നത് എന്നുള്ളതും കൂടി ഓർക്കാം. അല്ല, ഈ ഇത് എഴുതുന്നത്. അപ്പോൾ ഈ മതത്തിൻ്റെ രണ്ട് ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ എസെൻഷ്യലായിട്ടുള്ള ആസ്പെക്റ്റ്, ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടാവും. എസെൻഷ്യലായിട്ടുള്ളൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ദർ ഇസ് സംതിങ് ഒറിജിനൽ അബൌട്ട് ഹ്യൂമൻ ബീയിങ്. ഓക്കെ, മനുഷ്യരിൽ എന്തോ ഒറിജിനലായിട്ടൊന്നുണ്ട്. ഇത് നമ്മളെന്ന് പറഞ്ഞാൽ ഒരു പകർപ്പാണ് മനുഷ്യരൊക്കെ. അതിനൊരു ഒറിജിനലുണ്ട്. നമ്മൾ കോപ്പിയും ഒറിജിനലും എന്ന് പറയുന്ന പോലെ മനുഷ്യരെ മുഴുവൻ മതം കാണുന്നത്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റി കാണുന്നത് പകർപ്പുകളായിട്ടായിരിക്കും. അതിനൊരു ഒറിജിനൽ എന്നുള്ള സാധനമുണ്ട്. ഈ ഒറിജിനൽ എന്താണ്? ഈ ഒറിജിനൽ ഈ ലോകത്ത് അവൈലബിൾ അല്ല. എന്താണ് മാർക്സ് പറയുന്നത് സാധനം? ഈ ഒറിജിനൽ ഈ ലോകത്ത് ഇല്ല. മനുഷ്യരുടെ ഒറിജിനൽ എന്ന് പറയുന്നത് മറ്റൊരു ലോകത്താണ്. ഓക്കെ, ആ ഒറിജിനൽ ആരാ ഉണ്ടാക്കിയത്? അത് ദൈവം ഉണ്ടാക്കിയതാണ്. ഓക്കെ, അതിൻ്റെ ആർക്കിടൈപ്പ് എന്ന് പറയുന്നത്, അല്ലേ, അതിൻ്റെ ആർക്കിടൈപ്പലായിട്ടുള്ള ആ ഫോം എന്ന് പറയുന്നത്, എസെൻസ് ഓഫ് മാൻ എന്ന് പറയുന്നത് ഈ ലോകത്തുള്ളൊരു സാധനമല്ല, അത് വേറൊരു ലോകത്തുള്ളതാണ്. ഓക്കെ, ആ ഒറിജിനലിൻ്റെ പകർപ്പുകളുടെ ഒരു ലോകമാണിത്. ഇത് പൊതുവെ ക്രിസ്ത്യാനിറ്റിയെ പറ്റി പറയാവുന്ന സാധനമാണ്. നമ്മൾ മനുഷ്യനെ ദൈവം പിന്നെ ഉപേക്ഷിച്ചതാണ്, അല്ലേ, എങ്ങനെയോ എക്സ്പെൽ ചെയ്യപ്പെട്ട ആളുകളാണ് നമ്മൾ. ഭൂമിയിലുള്ള മനുഷ്യൻ്റെ വാസം എന്ന് പറഞ്ഞ ഒരു പ്രവാസമാണ്. ഈ ഭൂമിയിൽ ശരിക്കുള്ള ആൾക്കാരല്ല, നിങ്ങൾ ഭൂമിയിലേക്ക് എറിയപ്പെട്ടതാണ്. ദ ഗ്രേറ്റ് ഫാൾ എന്നുള്ള ക്രിസ്ത്യാനിറ്റിയുടെ സങ്കല്പം ആദിമമായ പതനമാണ്. ലോകത്തേക്ക് എറിയപ്പെട്ട ജീവികളാണ്. ഈ ലോകത്തല്ല നിങ്ങളുടെ ഒറിജിനൽ ഉള്ളത്. ഓക്കെ, പാപം കൊണ്ട് നിങ്ങൾ പുറത്താക്കപ്പെട്ട, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട, ദൈവത്തിൻ്റെ ലോകത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ജീവികളാണ് നിങ്ങൾ. ഇതാണ് മതത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഈ ലോകം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഒരു വേൾഡ് അല്ല. ഓക്കെ, ഇതിൽ പകർപ്പേ ആവും. പ്ലേറ്റോണിക് ഇതിൽ പറഞ്ഞാൽ ഫോമും കോപ്പി എന്ന് പറയുന്നത് പോലെ ഒറിജിനൽ ഡസ് നോട്ട് ബിലോങ് ടു ദിസ് വേൾഡ്. ഓക്കെ, അത് മറ്റൊരു ലോകത്താണ് എന്നുള്ളതാണ് മതത്തിൻ്റെ ഒരു സങ്കല്പം, പ്രധാനപ്പെട്ട ഒരു സങ്കല്പം. ഇതാണ് ഐഡിയോളജിക്കൽ ഇൻവേർഷൻ്റെ ഏറ്റവും പ്രാഥമികമായ രൂപം എന്നാണ് പറയുന്നത്. ഈ തലതിരിച്ചിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികമായ അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ളൊരു ഫോം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഈ ചിന്തയാണ്. ഓക്കെ, അപ്പം ഇത് അപ്പം രണ്ട് കാര്യമുള്ളത്. ഒന്ന്, മനുഷ്യർക്ക് ഒരു ഒറിജിനൽ ഉണ്ടെന്നുള്ളത്. രണ്ട്, ഈ ഒറിജിനൽ ഈ ലോകത്തല്ല എന്നുള്ളത്. ഓക്കെ, ഇത് രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട മതത്തിൻ്റെ സങ്കല്പം. ക്രിസ്ത്യാനിറ്റിയിലായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യൻ റിലിജനിലാണ്, എല്ലാ റിലിജനിലും ചിലപ്പോൾ ഇത് ഉണ്ടാവുമായിരിക്കും. ഹിന്ദു മതത്തിലും ഇസ്ലാമിക് ഇതിലൊക്കെ ഉണ്ടാവുമായിരിക്കും ഇത്. ദൈവം എന്നുള്ള സങ്കല്പം വരുമ്പോൾ തന്നെ ദൈവമാണ് പിന്നെ നമ്മളെ സൃഷ്ടിച്ചത്, മനുഷ്യരെ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ലോകത്തെ സൃഷ്ടിച്ചത് എന്ന് വരുമ്പോൾ തന്നെ ഇതുണ്ട്. ആ സൃഷ്ടി എന്ന് പറയുന്ന സങ്കല്പത്തിൽ തന്നെയുണ്ട്. സൃഷ്ടാവ് ഇവിടെയല്ല, വേറെ എവിടെയാണ് എന്നുള്ളത്. ഇപ്പം പിന്നെ മനുഷ്യനാണ് മതം നിർമ്മിച്ചത്, മതത്തെ സൃഷ്ടിച്ചത്, മതമല്ല മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ള വാചകമൊക്കെ ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയർ ആണെന്ന് പറയാൻ കാരണം ഇതിൽ പരാമർശങ്ങൾ മുഴുവൻ, അതിൻ്റെ വിവക്ഷകൾ മുഴുവൻ ക്രിസ്ത്യാനിറ്റിയിലേക്കാണ് ചൂണ്ടുന്നത്. ക്രിസ്ത്യാനിറ്റിയുടെ സങ്കല്പം തന്നെ ഇതാണല്ലോ. ഇപ്പോൾ ചരിത്രം എന്ന് പറയുന്നതിന് എന്താ? മനുഷ്യരുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഈ നടത്തുന്നൊരു സ്വർഗയാത്രയാണ്. ക്രിസ്തീയ ഭക്തിഗാനം അല്ലേ, ഒരു സ്വർഗയാത്രയാണിത്. മനുഷ്യരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയിലുള്ള മനുഷ്യരുടെ ജീവിതം എന്ന് പറഞ്ഞത് ഒരു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്നാണ്. ഈ സമയം എന്ന് പറയുന്നത് ഒരു രഥമാണ്, ഒരു 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 യാത്രയാണ്. അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടേക്കാണ് പോകുന്നത്? എൻ സ്വദേശത്തെത്തും എന്നാണ്, അല്ലേ? അതിലൊരു വാചകം അങ്ങനെയാണ്. ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം, എൻ സ്വദേശത്തെത്തണം, എനിക്ക് യേശുവിനെ കാണണം എന്നാണ്. അങ്ങനെ ഈ ലോകം എൻ്റെ ലോകമല്ല, എൻ്റെ സ്വദേശം, ഒറിജിനൽ ഹോം എന്ന് പറയുന്നത് അവിടെയാണ്. ആ ഒറിജിനൽ ഹോമിൽ നിന്ന് എങ്ങനെയോ പുറത്താക്കപ്പെട്ട മനുഷ്യരാണ് ഞാൻ. അപ്പോൾ അവിടേക്ക് തിരിച്ചെത്തലാണ്, റിഡംഷനാണ് അതിൻ്റെ ഒരു, ഈ ചരിത്രത്തിൻ്റെ, ഈ കാലത്തിൻ്റെ, അതായത് ടൈമിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഈ ഒറിജിനൽ ഫാളിൽ നിന്ന് ഫൈനൽ റിഡംഷനിലേക്കുള്ളൊരു യാത്രയാണ് എന്നാണ്. അപ്പോൾ ഇതെൻ്റെ ലോകമല്ല. ഓക്കെ, ഒറിജിനൽ ഹോം വേറെയാണ്. അതാണ് സ്വദേശം എന്നുള്ള സങ്കല്പം. തകഴി അത് അരനാഴിക നേരം എന്നാണ്.
അരനാഴിക നേരം എന്ന ഈ സങ്കല്പത്തിനാണ് വരുന്നത്. അതായത് ആകെ അരനാഴിക മാത്രം ഈ ഉടുപ്പ് മാറ്റുവാൻ എന്നാണ് ആ പാട്ടിൽ ഉള്ള വഴി. ഈ വസ്ത്രം മാറ്റാൻ നാഴികയുള്ളൂ ഇവിടെ. അപ്പോൾ ഇവിടെ ഇത് ഞാൻ ഇടയ്ക്ക് വന്ന് തങ്ങുന്ന പ്രവാസത്തിൻ്റെ ഒരു കാലം മാത്രമാണ് ഭൂമിയിലെ വാസം എന്നുള്ളതാണ്. അപ്പോൾ മാർക്സ് അതിനാണ് പിടിക്കുന്നത്, ഈ ഒറിജിനൽ അല്ല ഈ ലോകം എന്നുള്ളത്. അവിടെ മാർക്സ് പറയുന്നൊരു പോയിന്റ് ഇതാണ്. സത്യത്തിൽ യുവ ഹെഗലിയന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ ഈ പ്രശ്നത്തിലേക്കാണ് ചൂണ്ടിയത്. ഇപ്പോൾ ഫോർബാഗിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു ഫോർബാഗിൻ്റെ പോപ്പം തന്നെ ഇതിനാണ്. ഇതിനെ നേരെ തലതിരിച്ചിടുക. നിങ്ങളുടെ പ്രൊജക്ഷനാണ് ഈ പറഞ്ഞ ഒറിജിനൽ എന്ന് പറയുന്നത്. മനുഷ്യരുടെ ഒരു പ്രൊജക്ഷനാണ്, അല്ല അതിൻ്റെ പ്രൊജക്ഷനല്ല ഇത്. ഓക്കെ, ഇവിടുന്ന് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്തൊരു നിങ്ങൾക്ക് സങ്കല്പങ്ങളുടെ ഒരു ലോകമാണ് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ, അല്ലാതെ ഒരു ഒറിജിനൽ ഇല്ല എന്നുള്ള പോയിന്റിലാണ് യുവ ഹെഗേലിയന്മാരുടെ മതവിമർശനം ഊന്നുന്നത്. ആ തലതിരിഞ്ഞ ലോകത്തെ നേരെ നിർത്തുക എന്നുള്ളതാണ് യുവ ഹെഗേലിയന്മാർ ചെയ്തത്. ഭൂമിയിലാണ് മനുഷ്യർ നിൽക്കുന്നത്, നിങ്ങളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാണ്. നിങ്ങളുടെ പ്രതിച്ഛായയിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഒന്നാണ് ദൈവം, അല്ലാണ്ട് ദൈവം അതിൻ്റെ പ്രതിച്ഛായയിൽ നിങ്ങൾ ഉണ്ടാക്കുകയല്ല ചെയ്ത് എന്നുള്ള ഒരു ഇതാണ് ഹെഗൽ വിമർശനത്തിലൂടെ ജർമ്മനിയിലെ അക്കാലത്തെ ചിന്തകർ ചെയ്തത്. അതിൽ മാർക്സ് ഹാപ്പിയാണ്. എന്നാൽ മാർക്സ് പറയുന്നത് ശരിയാണ്, ആ വാദം ശരിയാണ്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാദമാണ്. പക്ഷേ അവിടെ നിന്ന് എങ്ങനെ മുന്നോട്ട് കൊണ്ട് ഓക്കെ ആ ഒരു യുവ ഹെഗേലിയൻ മതവിമർശനത്തിൽ നിന്ന് എന്താണ് ഇനി മുന്നോട്ട് പോകാനുള്ള വഴി എന്നുള്ളതാണ് മാർക്സിന്. അതുകൊണ്ടാണ് പറഞ്ഞത് ജർമ്മനിയിൽ ഈ മതവിമർശനത്തിൻ്റെ കാലം കഴിഞ്ഞു, ഇനി നിങ്ങൾ മതത്തെ എങ്ങനെയാണ് പറയണ്ട, ഈ മതം എങ്ങനെയാണ് ലോകത്ത് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇനി പ്രശ്നം. ഓക്കെ, അത് പുറത്തില്ല. അതായത് മതം പറഞ്ഞാൽ ഒരു ലോകം പുറത്തില്ല എന്നുള്ളത് പിന്നെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ മതം പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്ത്, ഭൗതിക ലോകത്ത് ജീവിക്കുന്നത്, സ്റ്റേറ്റ് എങ്ങനെയാണ് ഒരു മതാത്മകമായൊരു സാധനമായിട്ട് മാറുന്നത്, ചുരുക്കി പറഞ്ഞാൽ ഒരാശയം എന്നുള്ള ഒന്നിലേക്ക് മാറുക എന്നുള്ളതാണ് മാർക്സ് ചെയ്തിട്ടുള്ളൊരു കാര്യം. അപ്പം ഈ ഒരു ഫാക്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഓക്കെ, മതവിമർശനം എന്ന് പറയുന്നതിൻ്റെ ഒരു എസെൻഷ്യൽ പ്രോജക്റ്റ് കഴിഞ്ഞു എന്നുള്ളത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം? Now the question to be explored is what is human and what is this world? ഓക്കെ എന്നുള്ളതാണ് ഇനി ചോദ്യം. എന്താണ് മനുഷ്യൻ, എന്താണ് ഈ ലോകം എന്നുള്ളതാണ് ഇനിയുള്ള പ്രശ്നം. അവിടെയാണ് മാർക്സ് പറയുന്നത്. ഞാനിത് മുമ്പ് മറ്റേ പല ഘട്ടങ്ങളിലും പ്രത്യേകിച്ച് എക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനസ്ക്രിപ്റ്റ്സ് ഒക്കെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഈ ലോകമാണ് മനുഷ്യരുടെ ലോകം, അല്ലെങ്കിൽ ഈ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്, ചരിത്രമാണ് മനുഷ്യരുടെ ലോകം എന്നുള്ള ആശയം. ഓക്കെ, ഹിസ്റ്ററി ഈസ് ദ ഒറിജിനൽ ഹോം ഓഫ് ദ ഹ്യൂമൻ എന്നുള്ള മനുഷ്യർ. ഹിസ്റ്ററി എന്ന് പറയുന്നത് മനുഷ്യർ ഹിസ്റ്ററിയിലേക്ക് അങ്ങ് വീണ ജീവികളല്ല, നിപതിച്ച അല്ലേ, ഗ്രേറ്റ് ഫാൾ, അതിലേക്ക് അങ്ങ് തള്ളി വിടുകയല്ല, ഒരു കാലത്തിലേക്ക് അങ്ങ് തള്ളി വിടപ്പെട്ട ഇതല്ല. ദിസ് ഈസ് ദ ഒറിജിനൽ ഹോം. ചരിത്രത്തിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. ചരിത്രത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒന്നാണ് ചരിത്രം എന്ന് പറയുന്നത് അല്ലേ. സെൽഫ് മേക്കിംഗ് ആണ്. ഓക്കെ, ഞാൻ ജീവിക്കുന്നപ്പോൾ അന്ന് നമ്മൾ ഉദാഹരണം പറഞ്ഞു, ഞാനിപ്പോൾ ഈ മുറിയിൽ നിൽക്കുന്നു പറയുമ്പോൾ ഈ മുറി ഞാൻ ഉണ്ടാക്കിയതാണ്, മനുഷ്യനുണ്ടാക്കിയതാണ്. ഈ എന്താ പറയുക, ഇതിൻ്റെ വാല്യൂസ്, ഇതിൻ്റെ അർത്ഥങ്ങൾ, ഇതൊക്കെ മനുഷ്യനുണ്ടാക്കി. മനുഷ്യനെ ഉണ്ടാക്കിയ ലോകത്ത് ജീവിക്കുന്ന ഒരു ജീവിയാണ്, മറ്റൊരു ജീവിയെ പറ്റി അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് മാർക്സിൻ്റെ ഒരു വാദം. അപ്പം ഞാൻ ജീവിക്കുന്നത് ചരിത്രത്തിൻ്റെ ഉള്ളിലാണ്, ഭൂമിയിലല്ല നമ്മൾ ജീവിക്കുന്നത്, ചരിത്രത്തിൻ്റെ അകത്താണ് മനുഷ്യർ ജീവിക്കുന്നത്. ഓക്കെ, ഈ ചരിത്രമാണ് മനുഷ്യരുടെ ഒറിജിനൽ ഹോം എന്നുള്ളതാണ് മാർക്സിൻ്റെ ഒരു വാദം. ഈ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മനുഷ്യരുടെ ലോകമാണ് അല്ലേ. മനുഷ്യരുടെ ലോകമാണെന്ന് മാത്രമല്ല, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മനുഷ്യരുടെ ലോകം ആണ്. ഓക്കെ, അല്ലാണ്ട് മനുഷ്യൻ എന്ന് പറയുന്നൊരു എസൻസ് ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് ലോകത്ത് മനുഷ്യരെ കാണാൻ പറ്റില്ല, മനുഷ്യൻ എന്ന് പറയുന്നൊരു ജീവിയെ കാണാൻ പറ്റില്ല. മനുഷ്യനെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് എന്താണ്, മനുഷ്യരുണ്ടാക്കിയ സ്ഥാപനങ്ങളെയൊക്കെയാണ്. രാഷ്ട്രമുണ്ട്, സമൂഹമുണ്ട്. ഓക്കെ, ഇപ്പോൾ ക്ലാസ് മുറിയുണ്ട്, ഇവിടെ വിദ്യാഭ്യാസമുണ്ട്, കോളേജുണ്ട്. ഓക്കെ, ഈ സ്ഥാപനങ്ങളുടെ ഉള്ളിലാണ് നിങ്ങൾക്ക് മനുഷ്യനെ കാണാൻ പറ്റും. ഇതിൽ പുറത്തിങ്ങനെ ഒരു മനുഷ്യൻ, ഇങ്ങനെ ലോകത്ത് അങ്ങനെ ഒരു മനുഷ്യനില്ല. ഓക്കെ, അപ്പോൾ ലോകത്തുള്ള മനുഷ്യരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അവിടെയാണ് ആ പ്രസിദ്ധമായ ഒരു പ്രയോഗം മാർക്സ് നടത്തുന്നത്. ശരിക്കും HOC
CKEND എന്നുള്ള ഒരു ജർമ്മൻ ഹോക്കൻ എന്നാണത്. അതിൻ്റെ ആ വാക്കാണ് സ്ക്വാറ്റിംഗ് എന്നുള്ള വാക്ക്. മാൻ ഈസ് നോട്ട് എൻ അബ്സ്ട്രാക്ട് ബീയിങ് സ്ക്വാറ്റിംഗ് ഔട്ട്സൈഡ് ദ വേൾഡ്. ഓക്കെ, സ്ക്വാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് താമസിക്കുക, പക്ഷെ അത് എൻ്റെ സ്ഥലമല്ല. ഓക്കെ, പ്രവാസം എന്നുള്ള ഏതാണ്ട് അർത്ഥം വരുന്ന രീതിയിൽ ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പോലെ, ഇത് എൻ്റെ സ്ഥലമല്ല അത്. ഓക്കെ, എൻ്റെ സ്ഥലമല്ല, ഞാൻ അവിടെ താമസിക്കുക. മനുഷ്യൻ അങ്ങനത്തെ ഒരു ജീവിയല്ല എന്നാണ് മാർക്സിൻ്റെ. അതായത് മനുഷ്യൻ ഭൂമിയിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഇങ്ങനെ ഒരു ഈ സ്ഥാപനങ്ങളുടെയൊക്കെ പുറത്ത് അല്ലെങ്കിൽ സ്ഥാപനങ്ങളുമായിട്ട് അനിവാര്യമായ ബന്ധമൊന്നുമില്ലാതെ ജീവിക്കുന്ന ഒരു ജീവിയല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ കഴിയുക ചരിത്രത്തിനുള്ളിലാണ്. മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ കഴിയുക ഈ സ്ഥാപനങ്ങളുടെ ഉള്ളിലാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാലത്തെ സ്റ്റേറ്റ്, സമൂഹം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ വേറൊരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് ഒരു വാദം. അപ്പോൾ മനുഷ്യൻ എന്താണ് എന്ന ചോദ്യം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഈ സ്റ്റേറ്റ് എന്താണ്? സമൂഹം എന്താണ്? ഓക്കെ, ബന്ധങ്ങൾ എന്തൊക്കെയാണ്? സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യം മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഹ്യൂമൻ എന്താണെന്നുള്ള ചോദ്യമില്ല. കാരണം ഹ്യൂമൻ എന്ന് പറയുന്നത് ഇതിന് പുറത്തല്ല. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒന്നാണ് ഹ്യൂമൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വിതരണം ചെയ്യപ്പെട്ട ഒന്നാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പം മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെ തീർത്തും ചരിത്രപരമായ ഒരു ജീവിതമാണ്, ചരിത്രത്തിനുള്ളിലുള്ളൊരു ജീവിതമാണെങ്കിൽ, ചരിത്രാത്മകമായിട്ടുള്ളൊരു ജീവിതമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ, ഓക്കെ, മാർക്സ് പറയുന്നത് ആ ജീവിതത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഏലിയനേഷൻ ഉണ്ട്. ഓക്കെ, ഒരു തലതിരിച്ചിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു തരത്തിലുള്ള അന്യവൽക്കരണം അതിൻ്റെ ഉള്ളിൽ. അതെന്താണ് എന്നുള്ളതാണ് മാർക്സിൻ്റെ ഒരു നോട്ടം. അവിടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് മതത്തിൻ്റെ ലോകത്ത് നമ്മൾ കാണുന്ന ഏലിയനേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥ ലോകത്തുള്ള ഏലിയനേഷൻ്റെ ഒരു എക്സ്പ്രഷനാണ്. ഓക്കെ, എക്സ്പ്രഷനുമാണ്, പ്രൊട്ടസ്റ്റുമാണ്. ആ പ്രൊട്ടസ്റ്റ് അവിടെ നിൽക്കട്ടെ. ഓക്കെ, മനുഷ്യർ, അതായത് ഇപ്പം ഇത്രയേ ഉള്ളൂ അതിൽ. ഇപ്പോൾ ഇതുവരെ നമ്മൾ എക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനുസ്ക്രിപ്റ്റ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ആശയം എന്ന് പറയുന്നത്, ഈ ലോകത്തുള്ള മനുഷ്യരുടെ ഏലിയനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുണ്ടാക്കിയ വസ്തുക്കളിൽ നിന്ന് അവർ പുറത്താക്കപ്പെടുന്നു എന്നുള്ളതാണ്, അല്ലേ? ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ഉണ്ടാക്കിയ വസ്തുക്കളിൽ നിന്ന് ഉണ്ടാക്കിയ അയാളുണ്ടാക്കിയ വസ്തുക്കളിൽ നിന്നും, അയാളിൽ നിന്നും, മറ്റുള്ളവരിൽ നിന്നും, പ്രകൃതിയിൽ നിന്നും ഒക്കെ ഏലിയനേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ് എക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനുസ്ക്രിപ്റ്റ്സിലെ അന്യവൽക്കരണത്തെ പറ്റിയുള്ള മാർക്സിൻ്റെ കാഴ്ചപ്പാട്. ഏതാണ്ട് ആ പീരീഡിലാണ് എഴുതപ്പെടുന്നത്. അത് 44 43. അപ്പം ഈ ലോകത്തുള്ള അവസ്ഥ എന്താ? മനുഷ്യരുടെ അവസ്ഥ, മനുഷ്യരിവിടെ ജീവിക്കുന്ന ഏലിയനേറ്റഡ് ആയിട്ടാണ്. ഓക്കെ, ഈ ഏലിയനേഷൻ്റെ എക്സ്പ്രഷനാണ് റിലിജനിൽ നമ്മൾ കാണുന്നത്. എന്താ റിലീജിയസ് ഏലിയനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്ത്യാനിറ്റിയുടെ സങ്കല്പമാണ്. അതായത് ആ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എക്സ്പെൽഡ്. ഓക്കെ, ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എക്സ്പെൽഡ് ഓർ ഏലിയനേറ്റഡ് ഫ്രം ഗോഡ്. ഇതാണ് റിലീജിയസ് ഏലിയനേഷൻ എന്ന് പറയുന്നത്. ഞാൻ ദൈവത്തിൽ നിന്ന് ദൈവം പുറത്താക്കിയ ആളാണ് ഞാൻ എന്നുള്ള സങ്കല്പമാണ് ക്രിസ്ത്യാനിറ്റിയിലെ ഏലിയനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദൈവം എന്നെ സൃഷ്ടിച്ചു, എന്നെ ഉപേക്ഷിച്ചു, അല്ലേ? ഈ റിലീജിയസ് ഏലിയനേഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ മാർക്സിൻ്റെ വാദം അനുസരിച്ച് യഥാർത്ഥ ലോകത്തിലുള്ള ഏലിയനേഷൻ്റെ ഒരു എക്സ്പ്രഷനാണ്, അതിൻ്റെ പ്രൊട്ടസ്റ്റുമാണ്, അതിനോടുള്ള പ്രൊട്ടസ്റ്റുമാണ് എന്നുള്ളതാണ് ഒരു വാദം. അവിടെ മാർക്സ് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ എന്തുകൊണ്ടാണ് എക്സ്പ്രഷനും പ്രൊട്ടസ്റ്റും ആവുന്നത്. മനുഷ്യർ ഈ ലോകത്ത് അനുഭവിക്കുന്ന വിഷമങ്ങളുടെ, ദൈന്യങ്ങളുടെ, ദുരിതങ്ങളുടെ, യാതനകളുടെ ഒരു എക്സ്പ്രഷനാണ് നിങ്ങൾക്ക് മതത്തിൽ കാണാൻ പറ്റുക. ആ എക്സ്പ്രഷൻ ആവുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ അത് പരിഹരിക്കാൻ, അതായത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ദുഃഖങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരു വഴി അവിടെ ഉണ്ടെന്നുള്ള സങ്കല്പമാണ്, അല്ലേ? ഇപ്പോൾ ഫൈനൽ റിഡംഷൻ എന്ന് പറയുമ്പോൾ അതല്ലേ, ലോകത്തുള്ള ദുരിതങ്ങൾ മുഴുവൻ ഒരിക്കൽ അവസാനിക്കും. നിങ്ങൾ പോകാൻ പോകുന്ന അവിടേക്കാണ്. സ്വദേശത്തെത്തുമ്പോൾ ഈ പ്രശ്നമൊക്കെ, ഈ പ്രവാസത്തിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ നിങ്ങൾ പരിഹരിക്കുന്നത് അവസാനം സ്വർഗത്തിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ്, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ്. അപ്പോൾ ദൈവം എന്ന് പറയുന്നത്, മതം എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ നിങ്ങളെ ഒരേ സമയം
സമാധാനിപ്പിക്കുകയും ആശ്വാസം തരികയും ഓക്കെ നിങ്ങളുടെ പിന്നെ എന്താ പറയുക നിലവിലുള്ള അവസ്ഥയോടുള്ളൊരു പ്രൊട്ടസ്റ്റാണ് യഥാർത്ഥത്തിൽ അല്ലേ. നിലവിൽ ലോകം ലോകത്തുള്ള യാതനകളോടുള്ള ഒരു എന്താ പറയുക ഒരു ഇമാജിൻഡ് ആയിട്ടുള്ള അല്ലേ ഒരു സാങ്കല്പികമായ ഒരു പ്രതിഷേധമാണ് സത്യത്തിൽ നിങ്ങൾക്ക് ഈ മതത്തിൻ്റെ ലോകത്തുള്ളത്. അതുകൊണ്ടാണ് മാർക്സ് പറഞ്ഞത് സൈ ഓഫ് ദ ഒപ്രസ്ഡ് ബീയിങ് എന്ന് പറയുന്നത്. അമർച്ച ചെയ്യപ്പെട്ട ബീയിങ്ങിൻ്റെ ഒരു നിശ്വാസമാണ്, ഒരു നെടുവീർപ്പാണ് മതം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ഫാൻറ്റസി എന്നുള്ള സങ്കല്പം പ്രധാനമാവുന്നത്. ഫാൻറ്റസിയെ പറ്റിയിട്ട് പിന്നീട് കുറേ പഠനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഈ സൈക്കോ അനാലിസിസിൻ്റെ ഇതിലും ലാക്കാൻ അങ്ങനെയുള്ള കാര്യം. പക്ഷെ മാർക്സ് ഉപയോഗിക്കുന്നതിലും അതിൻ്റെ ഒരു എന്താ പറയുക സൂക്ഷ്മരൂപത്തിൽ ഒരു ആശയം അവിടെയുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ മനുഷ്യരുടെ ഉള്ളിലുള്ള ഒരു വിടവ്, ഒരു ലാക്ക്. മാർക്സ് ഉപയോഗിക്കുന്ന ഒരു വാക്ക് തന്നെ അതാണ്. നിങ്ങളെ തന്നെ കണ്ടെത്തിയിട്ടില്ല അല്ലേ. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു വിടവുണ്ട്. നിങ്ങൾ ആരാന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ടില്ല. ആ വിടവിനെ നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യുന്നത്, അതിനെ മറച്ചു വയ്ക്കുന്നത്, അതിനെ ആവരണം ചെയ്യുന്ന ഒന്നാണ് ഫാൻറ്റസി. ഓക്കെ, ഇത് ഫാൻറ്റസിയെ പറ്റിയുള്ള സൈക്കോ അനാലിസിസിൻ്റെ ഒരു സങ്കല്പമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ശൂന്യതയെ നിങ്ങൾ മറച്ചു വയ്ക്കുന്നത് നിങ്ങൾ എന്തൊക്കെയോ ആണെന്ന് ധരിച്ചുകൊണ്ടാണ് അല്ലേ. സത്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ഒരു ശൂന്യത, ഒരു ഇല്ലായ്മ, ശൂന്യത എന്നുള്ള വാക്കായിരിക്കില്ല ചിലപ്പോൾ നന്നാവുക, ഒരു ഇല്ലായ്മ, ഒരു ലാക്ക് എന്ന് സൈക്കോ അനാലിസിസിലൊക്കെ പറയും, ഒരു വിടവ്. ഈ ഇല്ലായ്മയെ നിങ്ങൾ നികത്തുകയാണ്. ഞാൻ എന്തോ ആണ് എന്നൊക്കെ പറയുന്നത്, ഞാൻ ഇന്ന ആളാണ്. ഓക്കെ, ചില സാങ്കല്പികമായിട്ട് ഞാനതിനെ മറച്ചു വയ്ക്കുകയാണ്, ഓക്കെ, മൂടി വയ്ക്കുകയാണ്, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാണ്, പരിഹരിക്കുകയാണ്. ഫാൻറ്റസിയുടെ ഒരു ധർമ്മം ഇതാണ് ശരിക്കും. ഫാൻറ്റസി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഇല്ലായ്മയെ നിങ്ങൾ എന്തോ വെച്ച് മറക്കുകയാണ്, എന്തൊക്കെയോ ചില സങ്കല്പങ്ങൾ കൊണ്ട് നിങ്ങളതിനെ മൂടി വയ്ക്കുകയാണ്. മനുഷ്യരൊക്കെ ജീവിക്കുന്നത് ഇങ്ങനെയാണെന്നാണ്. അപ്പോൾ സൈക്കോ അനാലിസിസിൻ്റെ ഒരു സങ്കല്പം അനുസരിച്ച് മനുഷ്യരുടെ ബീയിങ്ങിൽ തന്നെ ഈ ഒരു ഇമാജിനറി ഡയമെൻഷൻ ഉണ്ടെന്നാണ് ലാക്കാനെ പോലുള്ള ആളുകൾ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ വാസ്തവത്തിൽ മതം ചെയ്യുന്നതാണ്. മതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു കോമ്പൻസേഷൻ ഓഫ് ദ ലാക്ക്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു വിടവിനെ മൂടി വയ്ക്കുക എന്നുള്ള ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഇതിൻ്റെ ഏറ്റവും പ്രാഥമികമായ രൂപമായിട്ട് നമുക്ക് മതത്തെ കാണാം എന്നുള്ളതാണ് ഈ ആശയം മാർക്സ് അവതരിപ്പിച്ചത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോകത്തുള്ള ഏലിയനേഷൻ്റെ പ്രശ്നമാണ് ഇനി നമുക്ക് നോക്കേണ്ട പ്രശ്നം. മതത്തെ വിട്ടുകഴിഞ്ഞാൽ, മതം വിമർശനത്തിൻ്റെ ആ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇനി ഈ ലോകത്തുള്ള കാര്യം. ഓക്കെ, ഈ ലോകത്ത് എന്താ ഉള്ളത്? ഈ ലോകത്തുള്ള പൊളിറ്റിക്സാണ്, ഈ ലോകത്തുള്ളത് ലോ ആണ്, നിയമമാണ്, റൈറ്റാണ്, സ്റ്റേറ്റാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ലോകത്തുള്ളത്. ഇതിൻ്റെയൊക്കെ സ്ഥിതി എന്താണ്? ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഹെഗലിൻ്റെ ഫിലോസഫി ഓഫ് റൈറ്റ് എന്ന് പറയുന്നത് മാർക്സ് എടുക്കുന്നത്. അതിനെപ്പറ്റിയുള്ള ഒരു വിചാരം എന്നുള്ള രീതിയിലാണ് അക്കാലത്തെ വളരെ പ്രസിദ്ധമായ ഒരു ചിന്താപരമായ സൈദ്ധാന്തികമായ ഒരു വിശകലനം എന്ന രീതിയിലാണ് ഹെഗലിൻ്റേത് വളരെ പ്രസക്തമായിട്ടൊരു പുസ്തകമായിട്ട് മാർക്സ് എടുക്കുകയും അതിനെപ്പറ്റി പഠിക്കുകയും അതിനെപ്പറ്റിയുള്ള ചില വിമർശനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ ഇതിൽ ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു റൈറ്റ് എന്നുള്ളത് എന്താണ്. അപ്പം ചെറുതായിട്ട് എന്താണ് ഈ ഹെഗൽ സ്റ്റേറ്റിനെ പറ്റി പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കിയാലാണ് ചിലപ്പോൾ ഇതിലെ ഈ മാർക്സിൻ്റെ പല പരാമർശങ്ങളുടെയും വിവക്ഷകൾ മനസ്സിലാവണമെങ്കിൽ എന്താണ് ഹെഗൽ സ്റ്റേറ്റിനെ പറ്റി പറഞ്ഞത്. ഹെഗൽ സ്റ്റേറ്റിനെ പറ്റി പറഞ്ഞ ഒരു കാര്യം, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഈസ് ദ മാർച്ച് ഓഫ് ഗോഡ് ഓൺ എർത്ത് എന്നാണ്. ദൈവത്തിൻ്റെ ലോകത്തൂടെയുള്ള, ഭൂമിയിലൂടെയുള്ള ഒരു കവാത്താണ്, മാർച്ചാണ്. ഓക്കെ, ദൈവം ഇങ്ങനെ ഭൂമിയിലൂടെ മാർച്ച് നടത്തുന്നതാണ് സ്റ്റേറ്റ് എന്നാണ് ഒരു സങ്കല്പം. അത് പെട്ടെന്ന് കേട്ടാൽ നിങ്ങൾക്ക് തോന്നുന്നത് ഒരു വീണ്ടും ദൈവം എന്നുള്ള, പക്ഷെ ദൈവമല്ല അവിടുത്തെ ഒരു സൂചന എന്ന് പറയുന്നത്. സ്റ്റേറ്റിനെ ഹെഗൽ കാണുന്നത് നമ്മുടെ ഒരു എത്തിക്കൽ ലൈഫിൻ്റെ, ഓക്കെ, മനുഷ്യരുടെ ധാർമ്മികമായ ജീവിതത്തിൻ്റെ ഏറ്റവും മൂർത്തിമത് ഭാവമായിട്ടാണ്, അതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷനായിട്ടാണ്. ധാർമ്മികമായിട്ടുള്ളൊരു ക്രമം, റാഷണൽ
എത്തിക്കലായിട്ടൊരു ഓർഡറായിട്ടാണ് സ്റ്റേറ്റിനെ കാണുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണ്. ഇത് നമ്മളങ്ങനെ ഇതായിട്ട് കാണരുത്. എന്താണ് വേണമെങ്കിൽ പറയാം, ഒരു സ്റ്റേറ്റിസ്റ്റാണ് ഹെഗൽ എന്നൊക്കെ പറയാറുണ്ട്. ഈ ഇതൊക്കെ ഉണ്ട്, ഹെഗലിനെ പറ്റിയുള്ള വിമർശനങ്ങളൊക്കെ അവിടെയുണ്ട്. പക്ഷെ മാർക്സ് ഈ ആശയം വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ സ്റ്റേറ്റിനെ ശരിക്കും ഹെഗൽ കാണുന്നത് ഒരു എത്തിക്കൽ ആയിട്ടുള്ള ധാർമ്മികമായ ഒരു ക്രമമായിട്ടും ധാർമ്മികമായ ജീവിതത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു എക്സ്പ്രഷനുമായിട്ടാണ് സ്റ്റേറ്റിനെ ഹെഗൽ കാണുന്നത്. അതിൻ്റെ ഉള്ളിലൊരു റിലിജിയോസിറ്റി ഉണ്ട്, സ്വാഭാവികമായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു തരത്തിലുള്ള അപ്പം നമ്മൾ റിലിജ്യനെ പറ്റിയുള്ള വിമർശനം വിട്ടിട്ട് ഇനി ഈ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ റിലിജിയോസിറ്റി വർക്ക് ചെയ്യുന്നത്, ഓക്കെ, ഈ ഒരു ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സ്റ്റേറ്റിനെ പറ്റിയുള്ള കാഴ്ചപ്പാട്. ഈ ഹെഗലിൻ്റെ ഇത് വളരെ എന്താ പറയുക, സങ്കീർണമായിട്ടൊരു ആശയമാണ്. പക്ഷെ അതിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ഈ റൈറ്റിനെ പറ്റിയുള്ള സങ്കല്പമാണ്. ഓക്കെ, അപ്പോൾ റൈറ്റിനെ പറ്റിയിട്ട് എന്താ ഹെഗൽ പറയുന്നത്? ഈ റൈറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രോപ്പർട്ടി റൈറ്റ്. ഇപ്പോൾ അബ്സ്ട്രാക്ട് റൈറ്റ്സ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട് ഹെഗലിൻ്റെ ഫിലോസഫി, എലിമെൻറ്റ്സ് ഓഫ് എ ഫിലോസഫി ഓഫ് റൈറ്റ് എന്ന് പറയുന്നതിൽ. ആദ്യത്തെ ഭാഗം, ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് റൈറ്റ്സ് എന്നാണ്. അപ്പോൾ അത് വായിക്കാൻ വലിയ പാടാണ്. പക്ഷെ അത് വായിച്ചു കഴിഞ്ഞാൽ, സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള ഒരാശയം എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടിയെ പറ്റിയുള്ള, ഓക്കെ, സ്വത്തിനെ പറ്റിയിട്ടാണ്. ഈ സ്വത്ത് എന്നുള്ളത് പ്രത്യേകിച്ച് ഈ ഒരാളുടെ സ്വകാര്യ സ്വത്ത് എന്ന് പറഞ്ഞാൽ മറ്റേ ഇതല്ല, മാർക്സ് ഉപയോഗിക്കുന്ന പോലുള്ള ഇതല്ല. നിങ്ങളുടെ സ്വത്ത്, നിങ്ങൾ സ്വത്ത് സമ്പാദിക്കുക. സ്വത്ത് സമ്പാദിക്കുക മാത്രമല്ല, സ്വത്ത് പൊസസ് ചെയ്യുക. എൻ്റെയാണ്, ഈ വസ്തു എൻ്റെയാണ്, അത് സ്വകാര്യമായിട്ടുള്ള എൻ്റെ സ്വത്താണ്. എൻ്റെ സ്വത്താണ് എന്ന് ഉള്ള ആ സെൻസ് ഉണ്ടല്ലോ മനുഷ്യരുടെ, അത് വളരെ പ്രധാനപ്പെട്ടൊരു സെൻസാണ് എന്നാണ് ഹെഗലിൻ്റെ ഒരു വാദം. കാരണം ഈ വസ്തു സ്വന്തമാക്കുന്നതിലൂടെയാണ് നിങ്ങളുടെ ഫ്രീ വില്ല് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. മനുഷ്യരുടെ ഫ്രീ വിൽ എന്ന് പറയുന്ന സംഗതി, സ്വതന്ത്രമായ ഇച്ഛ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വേറൊരു ജീവിക്ക്, ഓക്കെ, ആ ഒരു ഫ്രീ വില്ലിൻ്റെ ഒരു എക്സ്പ്രഷൻ കാണാൻ പറ്റില്ല. നേരെ മനുഷ്യരിൽ ഈ ഫ്രീ വില്ല് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് പ്രോപ്പർട്ടി ഉണ്ടാകുമ്പോഴാണ്. പ്രോപ്പർട്ടി സ്വന്താക്കുക എന്നുള്ളതാണ്, എൻ്റെ പ്രോപ്പർട്ടി എന്നുള്ള ആശയം വരുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടിയുടെ മുകളിലുള്ള റൈറ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ഫ്രീഡത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ് എന്നാണ് ഹെഗൽ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് യൂറോപ്പിൽ ഈ പറഞ്ഞ നമ്മൾ പിന്നെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ ചർച്ച ചെയ്തൊരു കാര്യമാണ് അല്ലേ, സ്വത്തവകാശം എന്ന് പറയുന്നത്, റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ആർബിട്രറി ആയിട്ടുള്ള സാധനം അല്ല എന്നാണ് ഹെഗലിൻ്റെ വാദം. നാച്ചുറലി എന്ന് പറയാൻ പറ്റില്ല, സോഷ്യൽ ആയിട്ടുള്ള മനുഷ്യരുടെ ഒരു സാമൂഹ്യമായ ജീവിതത്തിൻ്റെ അനിവാര്യമായ ഒരു ഉപാധിയാണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ അവരുടെ ഫ്രീഡത്തിൻ്റെ എക്സ്പ്രഷനാണിത്, ഫ്രീ വില്ലിൻ്റെ എക്സ്പ്രഷനാണ് എന്നുള്ളതാണ് ഒരു വാദം ഹെഗൽ അവതരിപ്പിക്കും. സ്വാഭാവികമായിട്ടും ഇവിടെ പിന്നെ മാർക്സിനെതിരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണെന്നും റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ പിന്നെ ജൂയിഷ് ക്വസ്റ്റ്യനിലുള്ള മാർക്സിൻ്റെ വിമർശനം ഉണ്ടല്ലോ, ഈ 4 എണ്ണത്തിന്, ഇക്വാലിറ്റി, ലിബർട്ടി, പ്രോപ്പർട്ടി ആൻഡ് സെക്യൂരിറ്റി, ഈ 4 ആശയങ്ങളെയാണ് മാർക്സ് വളരെ സൂക്ഷ്മമായിട്ട് വിശകലനം വിമർശിക്കുകയും ചെയ്യുന്ന. അപ്പോൾ പ്രോപ്പർട്ടിയെ പറ്റിയിട്ടുള്ളത്, ഇപ്പോൾ മാത്രമല്ല ഈ പ്രോപ്പർട്ടി എന്നുള്ളതിൻ്റെ മുകളിലാണ് ക്യാപിറ്റൽ എന്നുള്ളത്, ക്യാപിറ്റലിസ്റ്റ് ഒരു സിസ്റ്റം, മൂലധന വ്യവസ്ഥ തന്നെ നിൽക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടി എന്നുള്ള ആശയത്തിൻ്റെ മുകളിലാണ്. ലിബറൽ ഐഡിയോളജി മുഴുവൻ നിൽക്കുന്നത് ഇതിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ ഒരു ഇതിനോടുള്ള വിമർശനമായിട്ടാണ് മാർക്സ് ഹെഗലിൻ്റെ കൺസെപ്റ്റ് ഓഫ് റൈറ്റ് എന്ന് പറയുന്ന ഇതിനെടുക്കുന്നത്. ഈ സ്റ്റേറ്റിനെ ഇങ്ങനെ ഈ മനുഷ്യരുടെ ഫ്രീഡത്തിൻ്റെ റീസണിൻ്റെ ഒരു എംബോഡിമെൻ്റായിട്ട് കാണുക എന്നുള്ള ഈ ആശയം ഒരു പരിധിവരെ മാർക്സ് ഇത് അംഗീകരിക്കുന്നുണ്ട്. ഒരു പരിധിവരെ അംഗീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്റ്റേറ്റിനെ പറ്റിയുള്ള ഒരു സങ്കല്പം എന്ന് പറയുന്നത് ആ കാലത്ത് ഹെഗലിന് മുമ്പ് ഉണ്ടായിരുന്ന സങ്കല്പം എന്ന് പറയുന്നത് സോഷ്യൽ കോൺട്രാക്ട് തിയറി. ഹോബ്സ്, റൂസോ അങ്ങനെയുള്ള പലരും മുന്നോട്ട് വെച്ചൊരു ആശയമാണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന സാധനം. അതായത് സ്റ്റേറ്റ് നിലവിൽ വന്നത് ഒരു ഉടമ്പടിയുടെ മുകളിലാണ്, അല്ലേ, ഒരു കരാറിൻ്റെ മുകളിലാണ്. കരാർ എന്ന് പറഞ്ഞാൽ ആളുകൾ നമ്മളങ്ങനെ എഴുതി ഒപ്പിട്ടിട്ടുള്ള കരാർ എന്നുള്ള അർത്ഥത്തിലല്ല, അതിൻ്റെ പിന്നിലൊരു അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു കരാറാണ്. എന്താ കരാറ്? ആളുകൾ അവർ
പ്രകൃതിയാൽ നാച്ചുറലി ഫ്രീ ആയിട്ടുള്ള മനുഷ്യരാണ്. റൂസോ പറയുന്ന പോലെ യു ആർ ബോൺ ആസ് ഫ്രീ, അല്ലേ, ആസ് ഫ്രീ ഇൻഡിവിജ്വൽസ്. മനുഷ്യർ സ്വതന്ത്രരായിട്ടാണ് ജനിക്കുന്നത്. ഓക്കെ, ജനിക്കുന്നത് തന്നെ സ്വതന്ത്രരായിട്ടാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജന്മാവകാശമാണ്, അല്ലെങ്കിൽ ജന്മനാൽ നിങ്ങൾക്കുള്ളൊരു സാധനമാണ്. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. സ്വതന്ത്രരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നിർണ്ണയിക്കാൻ കഴിവുള്ള ആളുകളാണ്. ഓരോ മനുഷ്യരും അവർക്ക് അവരെ ചെയ്യുന്നത് എന്തെന്ന് തീരുമാനിക്കാനും ഒക്കെ കഴിവുള്ള അവകാശമല്ല കഴിവുള്ള കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ് എല്ലാ മനുഷ്യരും. ഈ മനുഷ്യർ പക്ഷേ പരസ്പരം കലഹിക്കുന്ന ഒരു സ്ഥിതി വരുന്നു. കാരണം എൻ്റെ സ്വാതന്ത്ര്യവും നിങ്ങളുടെ സ്വാതന്ത്ര്യവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഇടങ്ങളുണ്ട്, കലഹിക്കുന്ന ഇടങ്ങളുണ്ട്. എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്കും എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളും തമ്മിൽ ഇടഞ്ഞേ പറ്റൂ. ഒരു വാർ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വരുന്നു. അപ്പോൾ ഈ വാറ് ഒഴിവാക്കുക, ഈ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ തന്നെ ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. ഓക്കെ, ഒരു ഏജൻസിയെ നിങ്ങൾ ഏൽപ്പിക്കുന്നു. എന്നെ ഭരിക്കാനുള്ള അവകാശം ഞാനൊരു ഏജൻസിയെ ഏൽപ്പിക്കുന്നു. സത്യത്തിൽ എനിക്ക് തന്നെ ഉണ്ട് എന്നെ ഭരിക്കാനുള്ള അവകാശം. അപ്പം ഞാൻ എന്നെ തന്നെ ഭരിക്കാനുള്ള എൻ്റെ അവകാശത്തെ ഞാൻ സാക്രിഫൈസ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ബലി കൊടുക്കുകയാണ്. ഒരു ബലിയിലൂടെയാണ് കോൺട്രാക്റ്റ് ഉണ്ടാകുന്നത്. എല്ലാ മനുഷ്യരും അവരുടെ സ്വാതന്ത്ര്യത്തെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അവർ എക്സ്ചേഞ്ച് ചെയ്യാണ്. ഞാൻ എൻ്റെ ഫ്രീഡം കൊടുക്കുന്നു, എനിക്ക് സെക്യൂരിറ്റി മതി. ഓക്കെ, എന്നെ സെക്യൂർ ആക്കണം. കാരണം മറ്റുള്ളവരും ആളുകൾ തമ്മിലുള്ള കലഹം ഒഴിവാക്കാൻ വേണ്ടി ഓരോ ആളുകളും അവർക്ക് അവരവരെ തന്നെ ഭരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർ കോംപ്രമൈസ് ചെയ്തുകൊണ്ട്, ഓക്കെ, അത് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയൊരു കരാറാണ് സ്റ്റേറ്റ്. ഇതാണ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺട്രാക്ട് തിയറിയുടെ അടിസ്ഥാനം. അതിന് പല രൂപങ്ങളുണ്ട്. പല ഒരു കോൺട്രാക്ടേറിയൻ തിങ്കിങ്ങിൻ്റെ ഒരു ട്രഡീഷൻ തന്നെയുണ്ട്. ഇതാണ് സ്റ്റേറ്റ് നിലവിൽ വന്നതിൻ്റെയും സ്റ്റേറ്റ് നിലനിൽക്കുന്നതിൻ്റെ ജസ്റ്റിഫിക്കേഷനും ഒക്കെ ആയിട്ടാണ് ഈ തിയറി വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഒരു നെസസറി ആയിട്ടുള്ളൊരു ഈവിളാണ് എന്നുള്ളതാണ് ആ സങ്കല്പം, അല്ലേ? ഒരു അനിവാര്യമായൊരു ഈവിളാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിഹനിക്കുന്നുണ്ട് അത്, അല്ലേ, ഹനിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഭരിക്കാൻ കഴിയും, പിന്നെ എന്തിനാ സ്റ്റേറ്റ്? ഓക്കെ, എനിക്ക് എന്നെ തന്നെ ഭരിക്കാൻ കഴിയുമ്പോൾ പിന്നെ എന്തിനാ സ്റ്റേറ്റ്? അപ്പോൾ സത്യത്തിൽ എൻ്റെ ഫ്രീഡത്തിൻ്റെ മുകളിലുള്ള റെസ്ട്രിക്ഷനാണ്, ഒരു വിലക്കാണ്, അല്ലേ, ഒരു നിരോധനമാണ് സ്റ്റേറ്റ്. പക്ഷെ ഞാനത് അനുവദിക്കുകയാണ്. അത് വേണം, അതിൽ വേറെ നിവൃത്തിയില്ല. കാരണം ഈ കലഹം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനത് അനുവദിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു നെസസറി ഈവിളാണ് സ്റ്റേറ്റ് എന്നുള്ളതാണ് സ്റ്റേറ്റിനെ പറ്റിയുള്ളൊരു സങ്കല്പം. ഹെഗിൽ ഈ ഒരു ട്രഡീഷൻ ഒരു പരിധി വരെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു ആർബിട്രറി ആയിട്ടുള്ള ഒന്നായിട്ട് സ്റ്റേറ്റിനെ കാണുന്നില്ല. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹെഗലിൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടി ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ ഫ്രീ ആവുന്നത് തന്നെ സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഫ്രീ ആയിട്ടുള്ള മനുഷ്യർ ചേർത്തൊരു കരാർ ഉണ്ടാക്കുകയല്ല ഉണ്ടാകുന്നത്. ഒറിജിനലി ഫ്രീ ആയിട്ടുള്ള മനുഷ്യർ ചേർന്നിട്ട് ഒരു കരാർ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ ഫ്രീ ആവുന്നത് തന്നെ ഈ കരാറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മോർ ഫണ്ടമെൻ്റൽ ദാൻ. ഓക്കെ, നിങ്ങളുടെ ഫ്രീഡം തന്നെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ്. കാരണം സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ മാർച്ച് ഓഫ് ഗോഡ് ഓൺ എർത്താണ്. ഓക്കെ, പിന്നെ എന്താ പറയുക, ഈ ഒരു ദൈവത്തിൻ്റെ കവാത്താണ്, ലോകത്തൂടെയുള്ള കവാത്താണ്. അതിന് ഗെയ്സ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ആശയങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണിത്. അപ്പോൾ സ്റ്റേറ്റിനെ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട, അപ്പോൾ സ്റ്റേറ്റിനെ വേണമെങ്കിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ കോൺട്രാക്ടേറിയൻ തിയറി അവിടെ അംഗീകരിക്കുന്നുണ്ട്. എങ്ങനെയാ? ഇൻഡിവിജ്വലിൻ്റെയും യൂണിവേഴ്സൽ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള വില്ലിനെയും ഇൻഡിവിജ്വൽ വില്ലിനെയും തമ്മിൽ റിക്കൺസൈൽ ചെയ്യുന്ന ഒന്നാണ് സ്റ്റേറ്റ്. ഓക്കെ, വ്യക്തിയുടെ താല്പര്യവും പൊതുവായുള്ള താല്പര്യവും തമ്മിലുള്ള റെക്കൺസൈലിയേഷൻ നടക്കുന്നുണ്ട്. അവിടെ രണ്ടും തമ്മിൽ ഒത്തുതീർക്കുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ലാതെ പരിഹരിക്കുക എന്നുള്ള ഒന്ന് സ്റ്റേറ്റിൽ നടക്കുന്നുണ്ട്. ഈ ഒരു ആശയം ഹെഗലിൻ്റെ സ്റ്റേറ്റിനെ പറ്റിയുള്ള സങ്കല്പത്തിലുണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ് വളരെ പ്രധാനമാണ് എന്ന് ഹെഗൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മറ്റൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, ഓക്കെ, റീസണിൻ്റെ എംബോഡിമെൻ്റ് ആണ്. ഓക്കെ, യുക്തി, അതായത് മനുഷ്യരുടെ യുക്തിബോധത്തിൻ്റെ തന്നെ ഒരു മനുഷ്യരുടെ വ്യക്തിയുടെ എന്നുള്ള അർത്ഥത്തിലല്ല, അതിൻ്റെ ഒരു എംബോഡിമെൻ്റ് ആണ്, അതിൻ്റെ രൂപം, മൂർത്തിമത് ഭാവമാണ് സ്റ്റേറ്റ് എന്നുള്ള ഈ ആശയം. അവിടെ മാർക്സിൻ്റെ ക്രിറ്റിസിസം വളരെ പ്രധാനമാണ്. സ്റ്റേറ്റ് അങ്ങനെ ഒരു റീസണിൻ്റെ എംബോഡിമെൻ്റ് അല്ല. ഓക്കെ, ഒരു പ്രത്യേക എന്താ പറയുക, ഒരു ചരിത്രഘട്ടത്തിൽ, ഓക്കെ, ആ ചരിത്രഘട്ടത്തിൻ്റെ ഉള്ളിലുള്ള ഒരു റാഷണാലിറ്റിയുടെ എംബോഡിമെൻ്റ് മാത്രമേ ആവുള്ളൂ.
ഓക്കെ. ഇപ്പോൾ ബൂർഷ്വാസി എന്നുള്ള വാക്കൊന്നും ഇതിലില്ല. ബൂർഷ്വാസിയുടെ യുക്തിയാണ് സ്റ്റേറ്റിൻ്റെ യുക്തിയായിട്ട് മാറുക. ഓക്കെ, അത് നമ്മൾ പറഞ്ഞ റൂളിങ് ഐഡിയാസ്. ഓക്കെ, സ്റ്റേറ്റ് എപ്പോഴും പിന്നെ ബൂർഷ്വാസിയുടെ ഒരു ഉപകരണം മാത്രമായിട്ട് സ്റ്റേറ്റിന് നിൽക്കാൻ പറ്റും എന്നുള്ള ആശയമൊക്കെ പിന്നീട് മാർക്സ് അവതരിപ്പിക്കുന്നതാണ്. അപ്പം അവിടെ ആ ഒരു സ്റ്റേറ്റ്, ഫ്രീഡം, റൈറ്റ് എന്നുള്ള ആശയങ്ങളോടുള്ള ഒരു റെസ്പോൺസ് ആയിട്ടാണ് ഈ എന്താ പറയുക ഈ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എഴുതപ്പെട്ടിട്ടുള്ളതെന്ന് പറയാനാണ് ഞാൻ ഇത്രയും വന്നത്. അപ്പോൾ മാർക്സ് എന്താ പറയുന്നത്? അപ്പോൾ സത്യത്തിൽ ഹെഗലിൽ ഹിസ്റ്ററി വാക്സ് ഓൺ ഇറ്റ്സ് ഹെഡ് എന്നാണ് മാർക്സിൻ്റെ ഒരു വാദം. ഹെഗലിൽ സത്യത്തിൽ ചരിത്രം തലകുത്തിയാണ് നടക്കുന്നത്. ഓക്കെ, കാലിലല്ല ചരിത്രം നടക്കുന്നത്, അത് തലകുത്തി സഞ്ചരിക്കുന്നതായിട്ട് നിൽക്കുകയാണ്. ഇതും ഈ പറഞ്ഞ ഐഡിയോളജിക്കൽ ഇൻവേർഷനാണ്. എന്തുകൊണ്ടാണ് ഈ തലകുത്തി നടക്കുക എന്ന് പറഞ്ഞാൽ അവിടെ യുക്തിയുടെ എംബോഡിമെൻ്റാണ് മനുഷ്യൻ എന്നുള്ള ഇമേജാണ്. ഓക്കെ, അപ്പോൾ ആ തിങ്കിങ്ങിൽ തന്നെ റിലിജ്യൻ ഇസ് ഇൻഫ്യൂസ്ഡ് അല്ലേ? ആ ചിന്തയിൽ തന്നെ റിലിജ്യൻ എന്ന് പറയുന്നത് അതിൽ ഇൻഫ്യൂസ്ഡാണ്, അതിൻ്റെ ഉള്ളിൽ ഉണ്ട്, ഈ ചിന്തയുടെ ഉള്ളിൽ തന്നെ അതുണ്ട്. അപ്പോൾ ഹെഗൽ എന്താ ചെയ്യുന്നത്? സ്റ്റാർട്ട് വിത്ത് ആൻ അബ്സ്ട്രാക്റ്റ് ഐഡിയ. ഓക്കെ, ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടൊരു ഐഡിയയിൽ നിന്ന് തുടങ്ങുകയും അത് റിയാലിറ്റിയിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതായത് ഒരു എത്തിക്കൽ ഓർഡർ, ഒരു എത്തിക്കലായിട്ടുള്ള സങ്കല്പം, റീസൺ. ഓക്കെ, ഈ റീസൺ എന്നൊക്കെ പറയുന്ന വളരെ അമൂർത്തമായിട്ടുള്ള ചില ആശയങ്ങളെ ആ ആശയങ്ങളിൽ നിന്ന് തുടങ്ങുകയും ഓക്കെ ആ ആശയങ്ങളെ നിങ്ങൾ യാഥാർത്ഥ്യം മൂർത്തമായിട്ടുള്ള സ്റ്റേറ്റ് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ അതിലേക്ക് ഓക്കെ ഇതിനെ ഫിറ്റിൻ ചെയ്യുക എന്നുള്ളതാണ് ഹെഗൽ ചെയ്യുന്നതെന്നാണ് ഒരു വാദം. അതായത് ഇപ്പം ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ പലതരത്തിലുള്ള പ്രജുഡീസസ് നമ്മൾ പറഞ്ഞു അല്ലേ? ബൂർഷ്വാസിയുടെ പ്രജുഡീസസ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. നിയമം എന്ന് പറയുന്നത് ഒരു ബൂർഷ്വാസിയുടെ പ്രജുഡീസാണ് നിയമമായിട്ട് മാറുന്നത്. സ്റ്റേറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് എന്താണ് വാസ്തവത്തിൽ? സ്റ്റേറ്റ് എന്ന് പറയുന്നത് മാർക്സിനെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് പ്രോപ്പർട്ടി പ്രൊട്ടക്ട് ചെയ്യാനുണ്ടായിട്ടുള്ളൊരു സാധനമാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലേ? മാർക്സിൻ്റെ വാദം, മാർക്സിൻ്റെ വിമർശനം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് ഒരു പ്രത്യേക ചരിത്ര ഘട്ടത്തിലെ സാമ്പത്തിക ബന്ധങ്ങളെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉൽപ്പാദന ബന്ധങ്ങളിൽ മേൽക്കോയ്മ നേടുന്ന വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിലപ്പുറം ഒന്നുമില്ല. അതിനെ അങ്ങനെ മിസ്റ്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ സ്റ്റേറ്റിന് ഇങ്ങനെ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു പരിവേഷം കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അതാത് സാമ്പത്തിക ബന്ധങ്ങളുടെ അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥകളുടെ ഉൽപ്പാദന പ്രക്രിയകളുടെ ഉള്ളിൽ മേൽക്കോയ്മ നേടുന്ന വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഏജൻസിയാണ്. ഓക്കെ, ഇത്ര മാത്രമേ ഇതുള്ളൂ. അതിൻ്റെ അഫയേഴ്സ് മാനേജ് ചെയ്യുന്നൊരു സ്ഥാനം മാത്രമാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് സ്റ്റേറ്റിന് യാതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഈ ഇൻട്രസ്റ്റ് കാത്ത് സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ളൊരു ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു ധർമ്മം മാത്രമാണ് മാർക്സ് സ്റ്റേറ്റിന് കൊടുക്കുന്നത്. അപ്പം എന്താണ് മാർക്സ് പറയുന്നത്? ഹെഗൽ നേരെ തിരിച്ചാണ് ചെയ്തത്. ഓക്കെ, ഹെഗൽ ഇതിനെ ഒരു വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള എൻറ്റിറ്റി ആയിട്ട് വന്നത്, ഒരു ധാർമ്മിക ക്രമത്തിൻ്റെ ഒരു എക്സ്പ്രഷനായിട്ട് സ്റ്റേറ്റിനെ കാണുക എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ അത് റീസണിൻ്റെ ഒരു എംബോഡിമെൻ്റ് ആയിട്ട് കാണുകയാണ്. ഓക്കെ, മനുഷ്യരുടെ യുക്തിബോധത്തിൻ്റെ തന്നെ ഒരു എംബോഡിമെൻ്റ് ആയിട്ട് സ്റ്റേറ്റിനെ കാണുകയാണ്, ഒരു മൂർത്തമായ ഒരു ഇതായിട്ട് കാണുക. വാസ്തവത്തിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ് ഇല്ല. എന്താണ് സ്റ്റേറ്റ്? ഓരോ കാലഘട്ടത്തിൻ്റെ ഉള്ളിലുള്ള റാഷണാലിറ്റിയെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ബൂർഷ്വാസിയുടെ യുക്തിബോധമാണ് ബൂർഷ്വാ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അത് ഫ്യൂഡൽ ഇതിലാണെങ്കിൽ അവിടെ നിലനിൽക്കുന്ന സ്റ്റേറ്റിൽ ഒരു ഫ്യൂഡൽ സാമൂഹ്യ ബന്ധങ്ങളുടെ ഉൽപ്പാദന ബന്ധങ്ങളുടെ അതിൽ മേൽക്കോയ്മ നേടുന്ന ഒരു യുക്തിബോധത്തിൻ്റെ പ്രാതിനിധ്യം മാത്രമേ നിങ്ങൾക്ക് അവിടുത്തെ സ്റ്റേറ്റിൽ കാണാൻ പറ്റൂ. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ രീതിയിൽ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഓക്കെ ഡെഫിനറ്റ് ആയിട്ടുള്ള ചരിത്ര ഘട്ടങ്ങൾക്കുള്ളിലുള്ള റാഷണാലിറ്റിയെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സ്ഥാപനം മാത്രമേ ആവാൻ സ്റ്റേറ്റിന് പറ്റൂ എന്നുള്ളതാണ് മാർക്സിൻ്റെ ഒരു വാദം. ഹെഗലിൻ്റെ ഒരു വാദം എന്ന് പറയുന്നത് ഈ സെൽഫ് കോൺഷ്യസ്നെസ് എന്നുള്ളൊരു ഇതുണ്ട്. അത് നല്ല സങ്കീർണമായ ഒരു ആശയമാണ്. നമുക്ക് ഒരുപാട് ചർച്ച ചെയ്താലും ചിലപ്പോൾ എനിക്ക് മുഴുവൻ ക്ലിയർ ആവാൻ പറ്റില്ല. അത് എങ്കിലും ഞാനത് ചുരുക്കി സൂചിപ്പിക്കാം. മാർക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റായിട്ട് ഹെഗലിൻ്റെ ഈ ഫിനോമിനോളജി ഓഫ് ഗെയ്സ്റ്റ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ഫിനോമിനോളജി ഓഫ് സ്പിരിറ്റ് അല്ലെങ്കിൽ ഫിനോമിനോളജി ഓഫ് മൈൻഡ് എന്നൊക്കെയാണ് അതിൻ്റെ
ഹെഗൽ ഗെയ്സ്റ്റ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലേക്ക്, അത് ജർമ്മൻ വാക്കാണ്, അതിനെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് രണ്ട് തരത്തിലാണ്. സ്പിരിറ്റ് എന്ന് പരിഭാഷപ്പെടുത്താറുണ്ട്, മൈൻഡ് എന്നും പരിഭാഷപ്പെടുത്താറുണ്ട്. ഇത് മാർക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റായിട്ട്, ഹെഗലിൻ്റെ ടെക്സ്റ്റായിട്ട് കാണുന്നത് ഇതാണ്. അപ്പോൾ അതിൽ ഈ ഹെഗലിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ, ഞാൻ ചുരുക്കി പറയുകയാണെ, ഏറ്റവും ചുരുക്കി പറയുകയാണെ, ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു സെൽഫ് കോൺഷ്യസ് ആയിട്ടുള്ളൊരു ബീയിങ് ആയിട്ട് മാറുന്നത്, അതായത് ഞാൻ എന്നുള്ള ബോധത്തോടു കൂടിയുള്ള ഒരാളായിട്ട് മാറുന്നത് എങ്ങനെയാണ്, ഞാൻ എന്നുള്ള ബോധം, ഓക്കെ, അല്ലെങ്കിൽ ആത്മബോധമുള്ള ജീവിയായിട്ട് മനുഷ്യൻ മാറുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ മനുഷ്യൻ നിലനിൽക്കുന്നത് എങ്ങനെയാണ്. ഓക്കെ, കോൺഷ്യസ്നെസ് മാത്രമല്ല, അത് ബോധം മാത്രമല്ല. ബോധം വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ജീവിക്കും ഉണ്ട് എന്ന് പറയാം. ഒരു പൂച്ചയ്ക്ക് ബോധമുണ്ടെന്ന് പറയാം, മൈൻഡ് ഉണ്ടെന്ന് പറയാം, മെൻ്റൽ സ്റ്റേറ്റ് ഉണ്ടെന്ന് പറയാം, ഇതൊക്കെ ഉണ്ട്. പക്ഷെ മനുഷ്യരെ അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒന്നായിട്ട് ഹെഗൽ കാണുന്നത് ആത്മബോധമാണ്. അതായത് ഞാൻ ഇന്നതാണ് എന്ന് പറയുക, അല്ലേ? അത് പുറത്തേക്ക് നോക്കില്ലല്ല, അകത്തേക്ക് നോക്കുക. ഐ ആം എന്ന് പറയാൻ കഴിയുന്ന ഒരു ജീവി, ഞാൻ എന്നുള്ള ബോധമുള്ള ജീവി, ആത്മബോധമുള്ള ജീവി. മനുഷ്യന് ഈ ആത്മബോധമുള്ള ജീവിയായിട്ട് മാറുന്നത് എങ്ങനെയാണ്, മാറുന്നതല്ല, മനുഷ്യൻ അങ്ങനെ ആവുന്നത് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ അപ്പം ഹെഗൽ അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അത് സാധ്യമാവുന്നത്, ഓക്കെ, മറ്റൊരാളുണ്ടാവുമ്പോൾ മാത്രമാണ്. അതാണ് ഹെഗലിൻ്റെ ഏറ്റവും ചുരുക്കി പറഞ്ഞ, മറ്റൊരു മനുഷ്യനപ്പുറത്തുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ആത്മബോധമുള്ള മനുഷ്യനായിട്ട് മാറാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അവിടെ ഉണ്ടെങ്കിൽ കാര്യമില്ല, ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ വസ്തുക്കളുണ്ട്. ഇപ്പോൾ ഒരു മൃഗത്തിൻ്റെ മുമ്പിൽ മറ്റു മൃഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ജീവികളുണ്ട്, അല്ലെങ്കിൽ വസ്തുക്കളുണ്ട്. അതുപോലെയുള്ളൊരു അവസ്ഥയിൽ, ഓക്കെ, ഈ ആത്മബോധം എന്ന് പറഞ്ഞാൽ സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല. ഈ സെൽഫ് കോൺഷ്യസ്നെസ് ഉണ്ടാവുന്നതിൻ്റെ ഒരു ഉപാധി എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അനദർ സെൽഫ് കോൺഷ്യസ്നെസ് ആണ്. മാർക്സിൻ്റെ അല്ല ഹെഗലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അതേപോലെ ആത്മബോധമുള്ള മറ്റൊരു ജീവി അപ്പുറത്തുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആത്മബോധമുള്ള ജീവിയായിട്ട് മാറാൻ പറ്റൂ. ഉദാഹരണത്തിന് ഇപ്പം വേണമെങ്കിൽ അത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, ഞാൻ മനുഷ്യനാണെന്ന് എനിക്ക് തോന്നണമെങ്കിൽ വേറൊരാളെ എന്നെ മനുഷ്യനായിട്ട് ട്രീറ്റ് ചെയ്യണം. ബേസിക്കലി ആരും എന്നെ മനുഷ്യനായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് മനുഷ്യനാവാൻ പറ്റില്ല. അപ്പം ഞാൻ മനുഷ്യനാവുക എന്ന് പറയുന്ന ആ പ്രോസസ്സ് ഉണ്ടല്ലോ, ബിക്കമിങ് എ മാൻ, ബിക്കമിങ് ഹ്യൂമൻ എന്ന് പറയുന്നത് നാച്ചുറലി സംഭവിക്കുന്നൊരു കാര്യമല്ല. എനിക്ക് മനുഷ്യനായിട്ട് ജനിക്കാൻ പറ്റില്ല ഓക്കെ, മനുഷ്യനായിട്ട് ജനിക്കുക എന്ന് പറയുന്നൊരു സാധ്യത ഇല്ല. മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ, മിനിമം ഒരാൾ, അല്ലേ, മിനിമൽ ഇതിൽ പറയുകയാണെങ്കിൽ ഒരാളപ്പുറത്ത് എന്നെ മനുഷ്യൻ എന്ന രീതിയിൽ റെക്കഗ്നൈസ് ചെയ്യാന്നാണ് ഹെഗലിൻ്റെ പ്രയോഗം. റെക്കഗ്നീഷൻ ആണ്. റെക്കഗ്നീഷൻ്റെ കോണ്ടെക്സ്റ്റിൽ മാത്രമേ സെൽഫ് കോൺഷ്യസ്നെസ് ഉണ്ടാവുള്ളൂ. ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണമെങ്കിൽ, ഇപ്പോൾ ആരും എന്നെ മലയാളി എന്ന് വിളിക്കുന്നില്ലെങ്കിൽ എനിക്ക് മലയാളി ആവാൻ പറ്റില്ല. അവർക്ക് ബിക്കമിങ് എ മലയാളി മീൻസ് ഐ ഷുഡ് ബി ഫസ്റ്റ് ഓഫ് ഓൾ റെക്കഗ്നൈസ്ഡ് ബൈ സംവൺ ദാറ്റ് ഐ എം എ മലയാളി. ഓക്കെ, അല്ലേ? ഇപ്പം കഥയിൽ പറയാറുണ്ട്, ഈ മൃഗങ്ങൾ വളർത്തിയ ഒരു കുട്ടിയെ സങ്കല്പിക്കുക. മൃഗങ്ങൾ വളർത്തിയ ഒരു കുട്ടിക്ക് ഹ്യൂമൻ ബീയിങ് ആവാൻ പറ്റുമോ? ഓക്കെ, അതിൽ ജീവിക്കുന്നുണ്ട്, അയാൾക്ക് ഭക്ഷണമുണ്ട്, അയാൾ രൂപം കൊണ്ട് ഹ്യൂമനാണ്. അയാൾക്ക് ഞാൻ ഹ്യൂമൻ ആണ് എന്ന് തോന്നണമെങ്കിൽ അവിടെ ഒരു റെക്കഗ്നീഷൻ എന്ന് പറയുന്ന സാധനമില്ല. ഐ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഫസ്റ്റ് ഓഫ് ഓൾ. ഇതാണ് ഇതിൻ്റെ ഒരു റെക്കഗ്നീഷൻ തിയറി എന്നാണ് ഇതിന് പറയാം. അത് എല്ലാ ഐഡൻറ്റിറ്റിയും റെക്കഗ്നീഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കാണാൻ കഴിയൂ എന്നുള്ള ആശയം പിന്നീട് പലരും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ എന്ന് പറയണമെങ്കിൽ, ഓക്കെ, എനിക്ക് ഇന്ത്യൻ ആവാൻ പറ്റില്ല. ഈ പറഞ്ഞ ഭൂഖണ്ഡത്തിൻ്റെ ഉള്ളിൽ ജനിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് ഇന്ത്യൻ ആവില്ല. ഇന്ത്യൻ ആവുക എന്ന് പറയുന്നത് എന്നെ ഇന്ത്യനായിട്ട് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എസെൻഷ്യലി സോഷ്യലാണ്. അത് നാച്ചുറൽ ആയിട്ടുള്ള സാധനമല്ല. മറ്റേ മൈൻഡ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നാച്ചുറലായിരിക്കും. ജനിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോധത്തിൻ്റെ ചില സാധനങ്ങളൊക്കെ ഉണ്ടാവും, ബയോളജിക്കലായിരിക്കും, ഫിസിയോളജിക്കലായിട്ടുള്ള ചില സാധനങ്ങൾ. പക്ഷേ സെൽഫ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫിസിയോളജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അത് മറ്റൊരാളുണ്ടെങ്കിൽ മാത്രം, മറ്റൊരാളുടെ മുമ്പിൽ മാത്രം, മറ്റൊരാളെ ഫേസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് സാധ്യമാവുന്നത്. ഓക്കെ, അനദർ സെൽഫ് കോൺഷ്യസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ
ആയിട്ടുള്ള ഒന്നാണ് ഹ്യൂമൻ സെൽഫ് കോൺഷ്യസ്നസ് എന്നുള്ള ആശയം ആദ്യം. ഇത് മാർക്സിനെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ആശയമാണ്. മാർക്സ് ഇത് അംഗീകരിക്കുന്ന ഒരാളുമാണ്. ഈ പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്, അപ്പം അവിടെ എന്താ നടക്കുന്നത്? അവിടെ നടക്കുന്നത് ഞാനാവുന്നത് ഒരു സോഷ്യൽ ഇതിലാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ഈ സെൽഫ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാൾക്കാണ് ഫ്രീഡം എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയുക, എന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുക, എന്നെ ഭരിക്കാൻ കഴിയുക, ഓട്ടോണമസ് ആവുക. ഓക്കെ, എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ഒരു ഇൻഡിവിജ്വൽ ആവുക. ഓക്കെ, ഒരു പേഴ്സൺ ആവുക, എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ തന്നെയാണ് ഉത്തരവാദി എന്ന രീതിയിൽ പേഴ്സൺ ആയിട്ട് മാറുക. ഈ പേഴ്സൺ ആയി മാറുക എന്ന് പറഞ്ഞാൽ, ഓട്ടോണമി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഈ മറ്റൊരാളുടെ മുമ്പിൽ മാത്രമേ സാധ്യമുള്ളൂ. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും ഹെഗലിൻ്റെ വാദം ഇതാണ്, റാഷണൽ ഓട്ടോണമസ് ആയിട്ടുള്ള മനുഷ്യർ ചേർന്നുണ്ടാക്കിയ ഒരു കോൺട്രാക്റ്റ് അല്ല സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി അങ്ങനെ ആവുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണ്, സൊസൈറ്റിയുടെ ഉള്ളിലാണ്, അല്ലേ? ഓക്കെ, ഹെഗൽ അതിനെ വിളിക്കുക സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണെന്ന്. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ നിങ്ങളുടെ ബോഡിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ആ വാദം. ഓക്കെ, നിങ്ങൾ സ്വതന്ത്രരായിട്ടുള്ള ബീയിങ് ആയി മാറുന്നത് സ്റ്റേറ്റ് നിങ്ങളുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. ക്ലിയർ ആണോ? ഈ ആശയം ക്ലിയർ ആണോ? അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചില എന്താ പറയുക, ചില ഭരണം ഉണ്ടാവുക എന്നുള്ളതല്ലേ? ഭരണമല്ലേ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്? ഭരണം എന്നുള്ള ആശയം. ഓക്കെ, നിങ്ങൾ റൂളാണത്. ഓക്കെ, അതായത് നിങ്ങളുടെ മുകളിൽ നിങ്ങൾ തന്നെ ചില പിന്നെ എന്താ പറയുക, റൂള്, ചില എന്താ പറയുക, ഭരിക്കുക എന്നുള്ളതാണ്, അല്ലേ? അപ്പം ഈ ആശയം ഇതാണ്, മനുഷ്യരിങ്ങനെ സ്വതന്ത്രരായിട്ടുള്ള ബീയിങ് ആയിട്ട് മാറുന്നത് തന്നെ ചില ഭരണക്രമങ്ങളെ നിങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ടാണ്, ഒരു സ്റ്റേറ്റിനെ നിങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ടാണ്. ഓക്കെ, ഇതൊക്കെ കുറച്ച് എന്താ പറയുക, അതിലളിതവൽക്കരണം ഉണ്ട്. ഇത്ര ഇതായിട്ടായിരിക്കില്ല ചിലപ്പോൾ പറയുന്നത്, പക്ഷെ എന്നാലും ആശയം ഇതാണ്. നിങ്ങൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ക്രമത്തിൻ്റെ, ഒരു റാഷണൽ ആയിട്ടുള്ള ഓർഡറിൻ്റെ, ഒരു എത്തിക്കൽ ആയിട്ടുള്ള ഓർഡറിൻ്റെ എംബോഡിമെൻ്റ് ആണ് എന്നുള്ള ആശയം ഇതാണ്. അപ്പോൾ സ്വതന്ത്രരായിട്ടുള്ള വ്യക്തികൾ കൂടിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ സ്റ്റേറ്റ് ഉണ്ടാക്കി എന്നുള്ളതല്ല. സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് മനുഷ്യർ സ്വതന്ത്രരായിട്ടുള്ള ജീവികളായിട്ട് മാറുന്നത്. ഓക്കെ, സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ്, ഈ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് ചിലപ്പോൾ നിങ്ങൾ വ്യക്തികളായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്നത്. വ്യക്തിയും സ്റ്റേറ്റും അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന സാധനം അല്ല എന്നുള്ളതാണ് ഈ ഒരു ആശയം. അപ്പോൾ ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് മാർക്സിൻ്റെ വാദം. ഓക്കെ, ഈ സിസ്റ്റം സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റിന് ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ കവാത്തായിട്ട് കാണാതെ, ഓക്കെ, ഇങ്ങനെ മാർച്ച് ചെയ്യുന്നൊരു സാധനമായിട്ട്, ഓക്കെ, കാണാതെ, സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കാലഘട്ടത്തിൻ്റെ ഉള്ളിലുള്ള ഭരണക്രമമാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ ഭരണക്രമം എന്താ ചെയ്യുന്നത്? അതിൻ്റെ റാഷണാലിറ്റിയെ എക്സ്പ്രസ് ചെയ്യുന്ന സാധനമാണ്. ബൂർഷ്വാസിയുടെ റാഷണാലിറ്റിയെ പ്രതിനിധീകരിക്കുന്ന സ്റ്റേറ്റിനെയാണ് നിങ്ങൾ കാണുന്നത്. അല്ലാതെ അത് എല്ലാ കാലത്തും നിലനിൽക്കുകയും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയും ദൈവത്തിൻ്റെ കവാത്ത് പോലെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ഒന്നല്ല സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റിനെ ഇങ്ങനെ കാണുക എന്നുള്ളതിൻ്റെ മുന്നോടിയായിട്ടാണ്. അപ്പം ഇങ്ങനെ അല്ലാതെ സ്റ്റേറ്റിനെ കാണുന്ന ആശയം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഉള്ളത് എന്താണ്? അത് റിലിജ്യൻ അതിൽ ഇൻഫ്യൂസ്ഡ് ആണ്. ഓക്കെ, അല്ലേ? നിങ്ങളുടെ ചിന്തയിൽ തന്നെ ഈ ഒരു തലവിരിച്ചിൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആശയത്തിൽ തന്നെ, ആശയത്തെ പറ്റിയുള്ള അതിനെപ്പറ്റിയുള്ള ചിന്തയിലും കാഴ്ചപ്പാടിലും ഒക്കെ ഈ ഐഡിയോളജിക്കൽ ഇൻവേർഷൻ ഉണ്ട്. അതിനെ പുറത്തെടുക്കലാണ് ഇനി വേണ്ടത്. ഓക്കെ, നിലനിൽക്കുന്ന രാഷ്ട്രീയ ബന്ധങ്ങളെയും സ്ഥാപനങ്ങളെയും അവസ്ഥകളെയും കുറിച്ചുള്ള വിമർശനത്തിൽ, ഓക്കെ, മതവിമർശനത്തിൽ നിന്ന് നമ്മൾ അതിലേക്ക് വരിക എന്നുള്ളതാണ് പ്രധാനം എന്നുള്ളതാണ് മാർക്സ് ഇവിടെ പറയുന്നൊരു പോയിന്റ്. അത് ആ ക്രിട്ടിക്ക് എന്താണ്? ആ ക്രിട്ടിക്ക് എന്ന് പറയുന്നത് മാർക്സിൻ്റെ ഇതിൽ പറഞ്ഞാൽ അത് ആശയത്തിൻ്റെ തലത്തിൽ നടക്കുന്ന കാര്യമല്ല സത്യത്തിൽ. ഓക്കെ, സ്റ്റേറ്റിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേറ്റിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയലല്ല. സ്റ്റേറ്റിനെ നിങ്ങൾ ഭൗതികമായിട്ട് തന്നെ എതിർക്കണം. കാരണം സ്റ്റേറ്റ് എന്നൊരു ഭൗതിക ശക്തിയാണ്, ഒരു മെറ്റീരിയൽ ഫോഴ്സാണ്. ആ മെറ്റീരിയൽ ഫോഴ്സിനെ മറികടക്കാൻ ഒരു മെറ്റീരിയൽ ഫോഴ്സിന് മാത്രമേ പറ്റൂ. അതാണ് ആ മെറ്റീരിയൽ എന്നുള്ള ആശയം. അതായത് ദിസ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ എ മെറ്റീരിയൽ ഫോഴ്സ്
ഭൗതിക ശക്തി, ആ ഭൗതിക ശക്തിയാണ് തൊഴിലാളി എന്നൊക്കെ മാർക്സ് വിളിക്കുന്നത്, പ്രോളിറ്റേറിയറ്റായിട്ട്. പക്ഷേ ആശയങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊരു ഭൗതികമായിട്ടുള്ളൊരു അവസ്ഥയെ മറികടക്കാൻ പറ്റില്ല, തകർക്കാൻ പറ്റില്ല. ഒരു ഭൗതികമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ, ഒരു സ്ഥാപനത്തെ നേരിടാൻ പറ്റില്ല. പക്ഷേ ആശയങ്ങൾക്ക് ഭൗതിക ശക്തിയായി മാറാൻ കഴിയും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓക്കെ, അത് റാഡിക്കലാകാൻ പറ്റും. റാഡിക്കൽ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തൊടുമ്പോൾ, ആളുകളെ പിടിക്കുമ്പോൾ, അല്ലേ, ഗ്രിപ്പിംഗ് എന്നാണ്, പിടിമുറുക്കുമ്പോൾ, ആളുകളിൽ പിടിമുറുക്കുമ്പോൾ ആശയങ്ങൾ ഭൗതിക ശക്തിയായിട്ട് മാറും എന്നുള്ളതാണ് മാർക്സിൻ്റെ ആ വാദം. അവിടെയാണ് മാർക്സ് പറയുന്നത് പ്രോളിറ്റേറിയറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഭൗതികമായ ചിന്തയുടെ ഭൗതികമായ ഒരു ആയുധമായിട്ട് മാറുകയും ആശയങ്ങൾ പ്രോളിറ്റേറിയറ്റിൻ്റെ ഒരു സ്പിരിച്വലായിട്ടുള്ള വെപ്പണായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു കാര്യത്തെപ്പറ്റിയൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ച് ഇത് ജർമ്മനിയുടെ ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അതായത് ജർമ്മനിയുടെ കാലം, ആ കാലത്തെ പറ്റിയിട്ട് മാർക്സ് നടത്തുന്ന ചില നിരീക്ഷണങ്ങളാണ്. ഒന്നാമത്തെ ഒരു കാര്യം പറഞ്ഞത്, ജർമ്മനിയിൽ റവല്യൂഷനൊന്നും നടന്നിട്ടില്ല. ഇപ്പം ഫ്രാൻസിൽ ഫ്രഞ്ച് റവല്യൂഷൻ, ഇംഗ്ലണ്ടിലും മറ്റു പല കാര്യങ്ങളിലും റവല്യൂഷൻസ് നടക്കുന്നത്. അതായത് ഒരു റവല്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മാറ്റുകയാണല്ലോ. ഒരു സിസ്റ്റം മാറ്റി മറ്റൊരു സിസ്റ്റം നിലവിൽ വരുന്നുണ്ട്. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം റവല്യൂഷന് പകരം റിഫോർമേഷനെ നടന്നിട്ടുള്ളൂ. പ്രൊട്ടസ്റ്റൻ്റ് റിഫോർമേഷൻ ആണ് അവിടുത്തെ ഏറ്റവും റവല്യൂഷണറി ആയിട്ടൊരു മൂവ്മെൻ്റ് ആയിട്ട് ജർമ്മനിയുടെ ഹിസ്റ്ററി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, പ്രൊട്ടസ്റ്റൻ്റ് റിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ മാർട്ടിൻ ലൂതറിൻ്റെ നേതൃത്വത്തിൽ ഈ 16-ാം നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള മതനവീകരണ പ്രസ്ഥാനം മാത്രമാണ്. അപ്പോൾ ജർമ്മനിയുടെ ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റവല്യൂഷൻ്റെ ചരിത്രം അതിലില്ല. ഓക്കെ, ഒരു റവല്യൂഷൻ നടക്കാത്ത ഒരു സ്ഥലമാണ് ഒന്ന്. രണ്ടാമത്, ജർമ്മനിയുടെ റിഫോർമേഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മതനവീകരണം എന്ന് പറയുന്ന വിപ്ലവകരമായ ആശയങ്ങളൊക്കെ ഒരു സന്യാസിയുടെ തലയിലാണ് രൂപപ്പെട്ടത്. എന്നാൽ സന്യാസി അവിടെ സൂചിപ്പിക്കുന്നത് മാർട്ടിൻ ലൂതറിനെയാണ്. ഒരു സന്യാസിയുടെ തലയിൽ രൂപപ്പെട്ട സാധനമാണ്. ഇപ്പം അത് തത്വചിന്തകരുടെ തലയിലാണുള്ളത് എന്ന് മാത്രം. ഇതാണ് ആ പറഞ്ഞ ആശയം. ഓക്കെ, ആ സന്യാസി മോങ്കിൻ്റെ തലയിൽ നിന്ന് അതിപ്പോൾ തത്വചിന്തയുടെ തലയിൽ ആയി. ഓക്കെ, അത് ഹെഗലിനായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു തത്വചിന്തകരുടെ തലയിൽ മാത്രമാണ് ആ വിമർശനം ഇപ്പം നിൽക്കുന്നത്. അത് എന്താ ചെയ്തിട്ടുള്ളത്? അത് റിഫോർമേഷൻ മാത്രമാണ് നടത്തിയത്. റിഫോർമേഷൻ്റെ അർത്ഥം എന്താ? മാർട്ടിൻ ലൂതറിൻ്റെ റിഫോർമേഷൻ, പ്രൊട്ടസ്റ്റൻ്റ് റിഫോർമേഷനെ പറ്റിയുള്ള മാർക്സിൻ്റെ കമൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കമൻറ്റാണിതിൽ. മാർക്സ് ആയിട്ട് പറയുന്നത്, ഒന്ന് വായിക്കാം, ഞാനത് എവിടെ എഴുതിയിട്ടുണ്ട്. മാർട്ടിൻ ലൂതറിനെ പറ്റിയിട്ട് പറയുന്നതാണ്. മാർട്ടിൻ ലൂതർ അറിയാലോ, 16-ാം നൂറ്റാണ്ടിലെ ഈ ജർമ്മൻ തിയോളജിയൻ ആയിരുന്നു. ഈ പ്രൊട്ടസ്റ്റൻ്റ് റവല്യൂഷൻ തുടങ്ങുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ലൂതറായിരുന്നു. അപ്പോൾ ലൂതർ പുരോഹിത വർഗത്തിനെതിരെയുള്ള ഒരു ഇതായിരുന്നല്ലോ, മതത്തിനെതിരെ, ആ ചർച്ചിനെതിരെ ഉള്ള ഒരു പ്രൊട്ടസ്റ്റാണ്. അപ്പം മാർക്സ് പറയുന്നതാണ്, ഹി എന്ന് പറയുന്നത് ഇവിടെ മാർട്ടിൻ ലൂതർ ടേൺഡ് പ്രീസ് ഇൻ ടു ലേമൻ ബിക്കോസ് ഹി ടേൺ ലേമൻ ഇൻ ടു പ്രീസ്. ഓക്കെ, ലൂതർ ചെയ്തതാണ് പുരോഹിതരെ സാധാരണ മനുഷ്യരെ ആയി മാറ്റി. കാരണം അതിൻ്റെ അർത്ഥം എന്താണ്? സാധാരണ മനുഷ്യരെ പുരോഹിതരാക്കി മാറ്റി എന്നാണ്. അതായത് പിന്നെ ദൈവം, ഇപ്പോൾ ഇങ്ങനെ പറയാം ആണെങ്കിൽ, ദൈവത്തിനെതിരെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഡിവിനിറ്റിയുടെ ഡിവൈനായിട്ടുള്ള ലോകത്തെ നിരസിക്കുകയാണ് ലൂതർ ചെയ്തത്. എങ്ങനെ? മനുഷ്യരിൽ തന്നെ ഡിവൈനിറ്റി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. മനുഷ്യർ തന്നെ ദൈവങ്ങളാണ്. ആ ഡിവിനിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്, പുറത്തല്ല എന്ന് പറയുക ചെയ്ത്. അപ്പോൾ എന്താ ചെയ്ത്? പുരോഹിതരെ മനുഷ്യരാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പുരോഹിതരാക്കി മാറ്റുക എന്നുള്ളതാണ് ലൂതർ ചെയ്തൊരു ധർമ്മം. അതായത് റിലിജിയോസിറ്റിയെ സത്യത്തിൽ ഉള്ളിലാക്കുകയാണ്. മനുഷ്യരുടെ ഉള്ളിൽ ഡിവൈൻ ആണ്. ഡിവിനിറ്റി എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഒരു സാധനവും അതിനൊരു ഏജൻറ്റായിട്ട് പുരോഹിതൻ നിൽക്കേണ്ട കാര്യമില്ല. മനുഷ്യർ തന്നെ ഡിവൈനാണ് എന്നുള്ളത് കാണിക്കും. ഹി ഫ്രീഡ് മാൻ ഫ്രം ഔട്ടർ റിലിജിയോസിറ്റി ബിക്കോസ് ഹി മെയ്ഡ് റിലിജിയോസിറ്റി ദ ഇന്നർ മാൻ. ഓക്കെ, മതാത്മകതയെ ഒരു ഔട്ടറായിട്ടുള്ള ബാഹ്യമായ ഒന്നായിട്ട്
ഉള്ള മതാത്മകതയെ നിരസിക്കുക ആണ് ലൂതർ ചെയ്തത്. എന്ന് പറഞ്ഞാൽ എന്താ? മതാത്മകതയെ ഇന്നറാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇന്നർ ആയിട്ടുള്ള മനുഷ്യരുടെ ഉള്ളിലുള്ള ഒന്നായിട്ട് മാറ്റുക. ഹി ഫ്രീഡ് ദ ബോഡി ഫ്രം ചെയിൻസ് ബിക്കോസ് ഹി എൻചെയിൻഡ് ദ ഹാർട്ട് ആണ്. മനുഷ്യരുടെ ശരീരത്തെ സ്വതന്ത്രമാക്കി, പക്ഷേ ആത്മാവിനെ ചെയിൻഡാക്കി, തളച്ചിട്ടു. ഓക്കെ, നിങ്ങളുടെ ആത്മാവിനെ തളച്ചുകൊണ്ട് ബോഡിയെ ഫ്രീ ആക്കുകയാണ് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ ചെയ്തത് ജർമ്മനിയിൽ. അതിൻ്റെ ഒരു ചരിത്രമാണ് ജർമ്മനിക്കുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് പിന്നെ ജർമ്മനിയുടെ ഇന്നത്തെ അവസ്ഥയെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഫ്രാൻസിൻ്റെ, അതായത് ഒരു 100 കൊല്ലം മുമ്പത്തെ ഫ്രാൻസിനെ പറ്റി സംസാരിക്കുന്ന പോലെയാണിത് ഇന്ന് മാർക്സ് പറയുന്നത്. കാരണം ഫ്രാൻസ് കടന്നുപോയ വഴികളൊന്നും ജർമ്മനി കടന്നുപോയിട്ടില്ല. ജർമ്മനിയിൽ ഈ സംഗതികളൊന്നും ഉണ്ടായിട്ടില്ല. റിഫോർമേഷൻ മാത്രമാണ് ഉണ്ടാവുന്നത്. അത് എവിടുന്ന് ഉണ്ടാകുന്നത്? അത് ഈ പറഞ്ഞ ഒരു തിയോളജിയുടെ തലയിൽ നിന്നാണ്. തിയോളജിക്കലാണ് ആശയം തന്നെ. ദ വെരി ഐഡിയ എന്ന് പറയുന്നത് ഒരു തിയോളജിയുടെ തലയിൽ നിന്ന്, ഒരു മോങ്കിൻ്റെ തലയിൽ നിന്ന്, ഒരു സന്യാസിയുടെ തലയിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്. ഇന്ന് അത് നിലനിൽക്കുന്നത് പിന്നെ തത്വചിന്തകരുടെ തലയിലാണ്. ഒരു തത്വചിന്തയുടെ തലയിൽ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അത് ഹെഗലായിരിക്കും അവിടെ റെഫറൻസ് എന്ന് പറയുന്നത്. അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പെസൻറ്റ് പിന്നെ ജർമ്മനിയിൽ നടന്നുള്ള കർഷക സമരം വലിയ പ്രധാനപ്പെട്ട സമരം ആ കാലത്ത്. അതായത് ഈ 16-ാം നൂറ്റാണ്ടിൽ ലൂതറിൻ്റെ സമയത്ത് തന്നെ ജർമ്മനിയിലെ കർഷകർ, അതിനെപ്പറ്റിയുള്ള കഥേ കോൾവിറ്റ്സിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ ഇല്ലേ, ജർമ്മൻ കർഷക ലഹളകൾ നടന്നിട്ടുണ്ട്. ലഹള എന്ന് പറഞ്ഞാൽ റായട്ട്, ഈ പറഞ്ഞ പോലെ വലിയ കലാപങ്ങൾ ജർമ്മനി നടന്നത്. അത് വിപ്ലവമായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു മൂവ്മെൻറ്റ്, ഒരു സിസ്റ്റം മാറി മറ്റൊന്നിലേക്ക് വരുമ്പോഴല്ലേ അതിന് വിപ്ലവം എന്ന് പറയാൻ പറ്റും. അതിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള മാർട്ടിൻ ലൂതറാണ്. ഈ പറഞ്ഞ റിഫോർമേഷൻ മൂവ്മെൻ്റാണ് ആ കർഷക ലഹളയുടെ, കർഷക കലാപത്തിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് പിന്നെ മാർട്ടിൻ ലൂതറിൻ്റെ റിഫോർമേഷൻ മൂവ്മെൻ്റാണ്. പക്ഷേ മാർട്ടിൻ ലൂതർ ഈ കലാപം ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയപ്പോൾ മാർട്ടിൻ ലൂതർ അതിനെതിരെ വലിയൊരു ഒരു പ്രസ്താവന നടത്തുകയും ഒരു ലേഖനം എഴുതുകയും പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്നുകൊണ്ട് ഒരു രേഖ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കർഷക കലാപം അടിച്ചമർത്തുന്നത് സ്റ്റേറ്റ്. കാരണം സ്റ്റേറ്റ് അതുവരെ അതിനോട് അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു ഇതായിരുന്നു എടുത്തിരുന്നത്. കാരണം ലൂതറിൻ്റെ ഒരു പ്രഭാവം കൊണ്ട് അതിനെ അനുകൂലിക്കുന്ന ഒരു ഇതായിരുന്നു, അനുഭാവത്തോടെ കണ്ടിരുന്നത്. പക്ഷെ പിന്നീട് അത് വളരെ വയലൻ്റായിട്ട് അതിനെ അടിച്ചമർത്തുക ചെയ്ത, അതിനും കാരണമായത് ലൂതർ തന്നെയാണ് സത്യത്തിൽ. ഏതാണ്ടൊരു വിപ്ലവത്തിൻ്റെ ഘട്ടത്തിലേക്ക് പോകുന്നുള്ള ഇത് വന്നപ്പം മാർട്ടിൻ ലൂതർ ബേസിക്കലി വിപ്ലവകാരി അല്ല, അത് റിഫോമിസ്റ്റാണ്. ഓക്കെ, മതനവീകരണം മാത്രമേ മൂപ്പരുടെ. അപ്പം അവസാനം ആ കർഷക കലാപത്തെ അടിച്ചമർത്തുന്നതിന് ഒരു ഉപകരണമായിട്ട് മാറിയത് മാർട്ടിൻ ലൂതർ തന്നെയാണ്. അതുകൊണ്ടാണ് ആ റിഫോർമേഷൻ്റെ ചരിത്രത്തെ പറ്റിയിട്ട് പറയുന്നത്. പിന്നെ അതിൽ വളരെ രസകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൽ പറയുന്ന ഒരു കാര്യം, വി ആർ ഫിലോസോഫിക്കൽ കണ്ടംപററീസ് ഓഫ് ദ പ്രസൻറ്റ് വിത്തൗട്ട് ബീയിങ് ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ കണ്ടംപററീസ് എന്നാണ് മാർക്സ് പറയുന്നത്. അത് വളരെ രസകരമായിട്ട് സംഗതി. അതായത് ഈ ഏൻഷ്യൻ പീപ്പിൾ, ഗ്രീക്കുകാർ അവരുടെ പ്രീ ഹിസ്റ്ററിയെ പറ്റി, ഓക്കെ, പൂർവ്വകാലത്തെ പറ്റിയിട്ട് അവർ ചിന്തിച്ചത് കഥകളിലൂടെയാണ്, മിത്തോളജിയിലൂടെയാണ്. ഓക്കെ, മിത്തോളജിക്കൽ സ്റ്റോറീസ് ഉണ്ടല്ലോ. അപ്പം പഴയ പുരാണ കഥകളെക്കുറിച്ചാണ് അവരവരുടെ പ്രീ ഹിസ്റ്ററിയെ കൺസ്ട്രക്ട് ചെയ്തത് ഇങ്ങനെയാണ്. ജർമ്മൻസ് എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മോഡേണിറ്റിയെ, പോസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അവിടെ മോഡേണിറ്റിയെ സൂചിപ്പിക്കുന്നത്, അത് പാസ്റ്റ് അല്ല, പോസ്റ്റ് ഹിസ്റ്ററി. ഓക്കെ, റീസെൻറ്റ്, ഓക്കെ, മോഡേണിറ്റി അവർ നിർമ്മിച്ചത് ഫിലോസഫിയിലാണ്. ഓക്കെ, ഗ്രീക്കുകാർ എങ്ങനെയാണോ ഈ മിത്തോളജിയിൽ അവരുടെ പാസ്റ്റിനെ സൃഷ്ടിച്ചത്, അതുപോലെയാണ് പിന്നെ ജർമ്മൻസ് അവരുടെ പ്രസൻറ്റിനെ തത്വചിന്തയിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. കാരണം അതുകൊണ്ട് ജർമ്മൻസ് എപ്പോഴും മാർക്സിൻ്റെ അഭിപ്രായത്തിൽ ഫിലോസഫിക്കൽ കണ്ടംപററി ആണ്. ലോകത്ത് നടക്കുന്ന വലിയ വലിയ ചർച്ചകൾ, ഓക്കെ, ഈ പറഞ്ഞ ആശയങ്ങളുണ്ടല്ലോ, ഫ്രീഡം, അങ്ങനെയുള്ള ആശയങ്ങളൊന്നും സത്യത്തിൽ ജർമ്മനിയിൽ വരേണ്ട കാര്യമില്ല ഇപ്പോൾ. കാരണം ജർമ്മനി അതൊന്നും ആയിട്ടില്ല എന്നാണ് മാർക്സിൻ്റെ വാദം. കാരണം ജർമ്മനിയിൽ റവല്യൂഷൻ നടന്നിട്ടില്ല. ഗ്രീക്ക് ഇപ്പം ഈ പിന്നെ ഫ്രഞ്ച് റവല്യൂഷന് ശേഷമാണ് ലോകത്ത് ഈ പറഞ്ഞ ആശയങ്ങൾ മുഴുവൻ, ഫ്രീഡം, ഇക്വാലിറ്റി, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ വന്ന് അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസ് നടക്കുമ്പോഴും ജർമ്മനിയിൽ സത്യത്തിൽ ഇതൊന്നും നടന്നിട്ടില്ല. ഇങ്ങനത്തെ ഒരു മെച്യൂരിറ്റി വന്നിട്ടില്ല ജർമ്മനിക്ക്. എത്രയോ കാലം മുമ്പാണ്. ഫ്രഞ്ച് കലണ്ടറിൽ എന്നെ വെച്ച് നോക്കുമ്പോൾ എത്രയോ മുമ്പിലാണ്, എത്രയോ പിന്നിലാണ് ജർമ്മനി.
അപ്പോൾ ജർമ്മനി എന്താ ഫിലോസോഫിക്കലി അതിനോട് കണ്ടംപററിയാണ്, ഹിസ്റ്റോറിക്കലി അല്ല എന്നാണ്. ഈ ആശയങ്ങളോട് പിന്നെ ഫിലോസോഫിക്കലി മാത്രമാണ് അതിന് ഒരു കണ്ടംപറേനിറ്റി ഉള്ളത്. ഓക്കെ, ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ അതിന് ആ കണ്ടംപറേനിറ്റി ഇല്ല. ആശയങ്ങളോട് ഇപ്പം കാണ്ട് വരുന്നുണ്ട്. ഓക്കെ, കാണ്ടിനെ പോലെയുള്ള വലിയ ആൾക്കാർ ഫ്രീഡത്തെ പറ്റി ഏത് നാട്ടിൽ നിന്നിട്ട് സംസാരിക്കുന്നത്, ഈ നാട്ടിൽ ഇതൊന്നുമില്ല. അങ്ങനെ യാതൊരു ഒരു കണ്ടീഷൻസും ഇല്ലാത്തൊരു ഇത് വെച്ചിട്ടാണ് ഈ ഓട്ടോണമി ഇതിനെ പറ്റിയുള്ള ഫിലോസോഫിക്കൽ ഡിസ്കഷൻ. അപ്പം അതാണ് മനസ്സിൻ്റെ ഒരു ഭയങ്കര ഇതായിട്ട് ഉള്ളത്. വി ആർ ഫിലോസോഫിക്കൽ കണ്ടംപററീസ് ഓഫ് ദ പ്രസന്റ് വിത്തൗട്ട് ബീയിങ് ഹിസ് ഹിസ്റ്റോറിക്കൽ കണ്ടംപററീസ്. കാരണം ജർമ്മനി അതിൻ്റെ ആധുനികതയെ നിർമ്മിച്ചത് ഫിലോസഫിയിൽ മാത്രമാണ് എന്നാണ്. അതിൻ്റെ പ്രസൻറ്റിനെ നിർമ്മിച്ചത് ഈ ചിന്തയിൽ മാത്രമാണ്. അതിന് പിന്നെ ഭൗതികമായിട്ട് അങ്ങനെ ഒരു സാധനം ഇല്ലാത്തൊരു സ്ഥലമാണ് ജർമ്മനി. ഇത്രയാണ് ഇതിൽ പൊതുവെ ഉള്ള